സ്ക്രീൻ കാണാമോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റെഗുലേഷൻസ് ആൻഡ് പോളിസീസ്, അതായത് കേരളത്തിലെ സോളാർ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റലേഷൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ അതോറിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അവരുടെ ഗൈഡ് ലൈൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ എല്ലാ ആളുകളും നമ്മൾ ഈ ഫീൽഡിലുള്ള ആളുകളാണ്, നമ്മൾ എല്ലാതും ചെയ്യുന്നതാണ്, ഐ മീൻ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ചെയ്യുന്നതാണ്. ഓഫ്കോഴ്സ് നമ്മൾ ഈ പറഞ്ഞ റെഗുലേഷൻസ് വഴി തന്നെ ആയിരിക്കും നമ്മൾ ഇപ്പോഴും ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു ബേസിക് എന്താണ്, ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ബ്രഷപ്പ് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സത്യത്തിൽ ഇത്തരത്തിലൊരു ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്, ഓഫ് ഗ്രിഡ് സിസ്റ്റം, ഓൺ ഗ്രിഡ് സിസ്റ്റം. നിലവിൽ ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ ബാറ്ററി ഉള്ളത്, ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ബാറ്ററി ഇല്ലാതെ നമ്മൾ നേരിട്ട് KCBയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഇൻസ്റ്റാളേഷൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് റെഗുലേഷൻസ് വരുന്നത് യഥാർത്ഥത്തിൽ CEAയുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ 2013 റെഗുലേഷനാണ്. അതിനെ നമ്മൾ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ കണക്ടിവിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ റിസോഴ്സസ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുഴുവനായും ഇത്തരത്തിലുള്ള ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഇൻസ്റ്റലേഷൻസ് നടത്തി അത് ഗ്രിഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോപ്പർ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് വരുന്നത് 2013 CEAയുടെ. അതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ മറ്റ് സ്റ്റേറ്റ്സ്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻസ് മുഴുവനായിട്ടും അതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് ഇറക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് 2013 CEAയുടെ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ കണക്ടിവിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ റിസോഴ്സസ് എന്ന് പറയുന്ന റെഗുലേഷനാണ്. അതിനുശേഷം 2014 കേരളത്തിലെ, അതായത് KCRC, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 2014 സോളാർ പവർ പ്ലാന്റുകൾ കണക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റെഗുലേഷൻസ് പബ്ലിഷ് ചെയ്തായിരുന്നു 2014. പിന്നീട് 2016 അത് അമെൻഡ് ചെയ്യേണ്ടായി. ശേഷം 2020 ആദ്യം പബ്ലിഷ് ചെയ്ത ഈ റെഗുലേഷൻസിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ റെഗുലേഷൻ റിന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്ന പേരിൽ 2020 പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നിലവിൽ കേരളത്തിലുള്ള ലീഡിംഗ് അല്ലെങ്കിൽ കേരളത്തിലെ റൂൾ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് CEAയുടെ റെഗുലേഷനും മറ്റൊന്ന് KCRC 2020 പുറത്തിറക്കിയ റിന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് റെഗുലേഷൻസ് ആണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് ഈ ഇൻസ്പെക്ഷൻസ് നടത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കേരളത്തിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഗൈഡ് ലൈനുകൾ അല്ലെങ്കിൽ സർക്കുലറുകൾ ഓരോ കാലങ്ങളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനമായിട്ട് വന്നത് 14/10/2020 പുതിയ റെഗുലേഷനൊക്കെ ഇറങ്ങിയതിനു ശേഷം അതിന്റെ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സർക്കുലറും ഇൻസ്പെക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം വെക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റെഗുലേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് CEAയുടെ റെഗുലേഷൻ, രണ്ട് റെഗുലേഷൻ KCRCയുടെ 2020 റെഗുലേഷൻ, മൂന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഗൈഡ് ലൈനുകൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലത്തെ ഓരോന്നിലത്തെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് CEAയുടെ 2013 റെഗുലേഷൻ. ഈ റെഗുലേഷൻ യഥാർത്ഥത്തിൽ 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ളത്. 5 ഡിഫറെന്റ് സെക്ഷൻസ് ആണ് ഈ CEAയുടെ റെഗുലേഷൻസിലുള്ളത്. അത് ഒന്നാമത്തെ ഷോർട്ട് ടൈറ്റിൽ അതിന്റെ ഡെഫിനിഷൻസ്, അത്തരം കാര്യങ്ങൾ 1, 2 പറയുന്നു. മൂന്നാമത്തെ അപ്ലിക്കബിലിറ്റി, ഇത് ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാവുന്നത്, എവിടേക്കാണ് ഇതിന്റെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. നാലാമത് ജനറൽ കണക്ടിവിറ്റി കണ്ടീഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. അഞ്ചാമതായിട്ട് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ് ഓഫ് പ്രാക്ടീസസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. 5ാമത്തെ സെക്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് 5ാമത്തെ സെക്ഷനാണ്. അതായത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ് ഓഫ് പ്രാക്ടീസസ് എന്ന് പറയുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നതും ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നതും ഈ 5ാമത്തെ ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അതിനെ തന്നെ നമ്മൾ വീണ്ടും പല സബ് റെഗുലേഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ, അതായത് 5ാമത്തെ സെക്ഷനിലെ 1ാമത്തെ സബ് റെഗുലേഷൻ പറയുന്നത് ഷാൽ ഫോളോ ദ ബെസ്റ്റ് പ്രാക്ടീസ്. അതായത് നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണോ, ഈ ഫീൽഡിലുള്ള ഏറ്റവും നല്ല പ്രാക്ടീസസ് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അത് എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഓരോ കാലഘട്ടത്തിൽ ഇറക്കുന്നുണ്ട്. ഓരോ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ വർക്കുകൾക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, BIS ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇറക്കിയിട്ടുണ്ട്. അത്തരം ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട IEC സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാം, BS സ്റ്റാൻഡേർഡ്സ്, ANSI, അങ്ങനെ പല സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ നാച്ചുറൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ കലാമിറ്റീസ്, ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് നമ്മൾ ഇൻസ്റ്റാളേഷൻ നടത്തുമ്പോൾ അവിടെ ഒരു 100 km/h അവിടുത്തെ ഹിസ്റ്ററിയിൽ കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ കാറ്റ് കൂടുതലായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടുത്തെ പ്രീവിയസ് ആയിട്ട് നമ്മുടെ ഒരു 100 km/h നമ്മൾ സിസ്റ്റം കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന സിസ്റ്റം ഈ 100 ഏറ്റവും കുറഞ്ഞത് ഈ 100 km/h എന്നുള്ള ആ ഒരു വാല്യൂ എങ്കിലും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ നാച്ചുറൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ കലാമിറ്റീസ് ഇതൊക്കെ നമ്മൾ കൺസിഡറേഷൻസിലേക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൊണ്ടുവരണം, അതാണ് പറയുന്നത്. ഇനി 5ാമത്തെ ഭാഗത്ത് ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ, മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇൻസ്റ്റലേഷൻസ് നടത്തേണ്ടത്, ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്ന്, നമ്മൾ ഈ പറയുന്ന റെഗുലേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട 2 റെഗുലേഷൻസ് കൂടെ ഉണ്ട്. അതിൽ ഒന്നാമത്തത് 2010 സേഫ്റ്റി ആൻഡ് മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിസിറ്റി സപ്ലൈ എന്ന് പറയുന്ന റെഗുലേഷനും, ദെൻ 2006 ഇറങ്ങിയ മീറ്ററിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻസ്, മീറ്ററിംഗുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റലേഷൻ ഓപ്പറേഷൻ ഓഫ് മീറ്റേഴ്സ് എന്ന് പറയുന്ന റെഗുലേഷനും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രൗണ്ടിങ്ങിന് പറയുന്നത്, എർത്തിങ്ങിന് നമ്മൾ പറയുന്നത് IS 3043 തന്നെയാണ്. അതാണ് നമ്മളിവിടെ ഗ്രൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ടത്. ദെൻ സ്കീമാറ്റിക് ഡയഗ്രാം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു. അതിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്ക് അറിയാം നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രാം എന്താണെന്നുള്ളതും അതിൽ എന്തൊക്കെയാണ് കോമ്പണൻസ് വേണ്ടതെന്നുള്ളതൊക്കെ അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 10ാമത്തത് ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് കാലിബ്രേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒന്നുമില്ല, ഈ സിസ്റ്റം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ടെസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഡ്രോയിങ്സ് ഡിസ്കോംസിന്റെ കയ്യിലുണ്ടാവണം, ടെസ്റ്റ് റെക്കോർഡ്സ് ഡിസ്കോംസിന്റെ കയ്യിലുണ്ടാവണം. ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 11ാമത്തെ ഭാഗത്ത് സ്റ്റാൻഡേർഡ്സ് ഫോർ DG റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെയാണ് കുറേ കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. അവിടെ പറയുന്നത്, അവിടെ നമ്മൾ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഇൻവേർട്ടേഴ്സിന്റെ അല്ലെങ്കിൽ DGയുടെ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷനെ കുറിച്ചാണ്. അപ്പൊ അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന DGയുടെ ഹാർമോണിക് ഇഞ്ചക്ഷൻസ് എങ്ങനെയായിരിക്കണം, DC ഇഞ്ചക്ഷൻസ്, ഫ്ലിക്കറിങ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ സംസാരിക്കാം. അതിൽ പറയുന്നത് ഹാർമോണിക് കറണ്ട് ഇഞ്ചക്ഷൻസ് IEEE 519 പ്രകാരമായിരിക്കണം എന്ന് പറയുന്നു. DC കറണ്ട് ഇഞ്ചക്ഷൻ 0.5% ആവണം. റേറ്റഡ് ഔട്ട്പുട്ട് കറണ്ടിന്റെ 0.5% ആണ് മാക്സിമം അലൗഡ് ആയിട്ടുള്ള DC കറണ്ട് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലിക്കറിംഗ് എന്ന് പറയുന്നത് IEC 61000 പ്രകാരമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ ഓട്ടോമാറ്റിക് സിങ്ക്രണൈസിംഗ് ഡിവൈസസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പൊതുവെ ജനറേറ്റിംഗ് റിസോഴ്സസിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പറയാറുള്ളത് സിങ്ക്രണൈസേഷൻ ഡിവൈസസ് വേണമെന്ന് പറയാറുള്ളത്. ഓട്ടോമാറ്റിക് ആവാം അല്ലെങ്കിൽ മാനുവൽ ആവാം. ഇവിടെ ഓട്ടോമാറ്റിക് സിങ്ക്രണൈസേഷൻ ഡിവൈസസ് തന്നെ വേണമെന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇൻവെർട്ടറിന്റെ ഉള്ളിൽ നമ്മളത് ഓൾറെഡി ഉണ്ട് ഈ ഓട്ടോമാറ്റിക് സിങ്ക്രണൈസേഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അത് വേണമെന്നുള്ളത് ഇവിടെ പറയുന്നു. ദെൻ 3-phase ജനറേറ്റേഴ്സ് ആണെങ്കിൽ 3-phase സർക്യൂട്ട് ബ്രേക്കേഴ്സ് വേണം. സാധാരണ നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ്. 11ാമത്തെ സബ് റെഗുലേഷനിൽ 6ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷന്റെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്? അവിടെ പറയുന്നത് അണ്ടർ ആൻഡ് ഓവർ വോൾട്ടേജ് ട്രിപ്പ് പറയുന്നുണ്ട്. അതായത് ഇൻവെർട്ടർ നമ്മൾ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് സിങ്ക്രണൈസ് ചെയ്യുന്നു. സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവർ ഗ്രിഡിന്റെ പവർ എങ്ങനെയാണോ, അതായത് ഗ്രിഡിന്റെ ഫ്രീക്വൻസി, ഗ്രിഡിന്റെ വോൾട്ടേജ്, ഗ്രിഡിന്റെ ഫേസ് ആംഗിൾ, ഇത്തരത്തിലുള്ള എല്ലാ പാരാമീറ്റേഴ്സിനോടും അല്ലെങ്കിൽ ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിനും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള പവർ ആയിരിക്കണം ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രിഡിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ഗ്രിഡിന്റെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന ജനറേറ്റഡ് പവറിന്റെ ഫ്രീക്വൻസിയും വോൾട്ടേജ് ഒക്കെ മാറേണ്ടി വരും. അങ്ങനെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മാറാന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ ഗ്രിഡിലേക്ക് ഒരിക്കൽ ടൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ 240 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രിഡിലേക്ക് നമ്മൾ ഈ പറയുന്ന ഇൻവെർട്ടർ ടൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ട് ഇൻവെർട്ടർ പവർ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രിഡിന്റെ വോൾട്ടേജ് ഇപ്പോൾ 200ലേക്ക് വന്നാൽ നമ്മൾ ഈ ഇൻവെർട്ടറിന്റെ വോൾട്ടേജ് 200ലേക്ക് വരും. ഇനി ഗ്രിഡിന്റെ വോൾട്ടേജ് 240 നിന്ന് ഒരു 260ലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഇൻവെർട്ടറിന്റെ വോൾട്ടേജും 260ലേക്ക് പോകും. ഇങ്ങനെ ഗ്രിഡിന്റെ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് ഈ നമ്മുടെ ഇൻവെർട്ടർ ജനറേറ്റ് ചെയ്യുന്ന പവറിന്റെ വോൾട്ടേജ്, ഫ്രീക്വൻസി, ഫേസ് ആംഗിൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും അതിനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈക്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നമ്മളൊരു അണ്ടർ ആൻഡ് ഓവർ വോൾട്ടേജ് ട്രിപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ നമ്മളോട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പോൾ വേരിയേഷൻസ് വരുന്ന സമയത്ത് ഈ ട്രിപ്പ് ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ അണ്ടർ ആൻഡ് ഓവർ വോൾട്ടേജ് ട്രിപ്പ് വാല്യൂസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ വോൾട്ടേജ് ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് എത്രയാണോ ആ റേറ്റഡ് വോൾട്ടേജിന്റെ 80% ആണ് അണ്ടർ വോൾട്ടേജ് ട്രിപ്പ്. ദെൻ ഓവർ വോൾട്ടേജ് ട്രിപ്പ് എന്ന് പറയുന്നത് എത്രയാണോ നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് അതിന്റെ 110%. ഞാൻ ഒന്നുകൂടെ പറയാം. ഉദാഹരണത്തിന് നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് 240 ആണെന്ന് വിചാരിക്കും. നമ്മുടെ കേരളത്തിലുള്ള റേറ്റഡ് വോൾട്ടേജ് 240 ആണ് സിംഗിൾ ഫേസ്. 240 ആണെങ്കിൽ അതിന്റെ 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 മൈനസ് 48 20% നമ്മളൊന്ന് കുറച്ചു. അങ്ങനെ വരുമ്പോൾ 192 വരും, 192 വോൾട്ട് വരും. അതേപോലെ 110% എന്ന് പറയുമ്പോൾ 240 പ്ലസ് 24 അതായത് 264. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ വോൾട്ടേജ് വിൻഡോ എന്ന് പറയുന്നത് 192 മുതൽ 264 വരെയാണ്. അതായത് ഈ വോൾട്ടേജിന്റെ ഉള്ളിൽ മാത്രമാണ് നമ്മുടെ ഇൻവെർട്ടർ പവർ ജനറേറ്റ് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് കൊടുക്കുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാല് ഇപ്പോൾ നമ്മുടെ 240 വോൾട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന പവർ അല്ലെങ്കിൽ 240 വോൾട്ടാണ് നമ്മുടെ നിലവിലുള്ള ഗ്രിഡിന്റെ പവർ എന്ന് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ഇൻവെർട്ടർ ഗ്രിഡുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ട് ഇൻവെർട്ടർ ഗ്രിഡിലേക്ക് പവർ എനർജി ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രിഡിന്റെ വോൾട്ടേജിൽ മാറ്റം വരുന്നു. എങ്ങനെ മാറ്റം വരുന്നത്? 240 നിന്നും ഒരുപക്ഷെ ഒരു 210 വരുന്നു. ആ 210 വന്നാൽ സിങ്ക്രണൈസേഷൻ ആക്റ്റീവ് ആയതുകൊണ്ട് ഈ ഇൻവെർട്ടർ ജനറേറ്റ് ചെയ്യുന്നതും 210 വോൾട്ടിലേക്ക് അത് കുറയ്ക്കും. ഗ്രിഡിന്റെ വോൾട്ടേജിനനുസരിച്ച് മാറ്റം വന്നു. അതേപോലെ 210 എന്നുള്ളത് ഗ്രിഡിന്റെ വീണ്ടും കുറയാന്ന് വിചാരിക്കും, 200 കുറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇൻവെർട്ടർ ജനറേറ്റ് ചെയ്യുന്നതും 200 വോൾട്ടിലേക്ക് കുറയും. ദെൻ 200 എന്നുള്ളത് വീണ്ടും ഗ്രിഡിന്റെ വോൾട്ടേജ് കുറഞ്ഞു, 199 വീണ്ടും ഇൻവെർട്ടറിന്റെ വോൾട്ടേജ് വീണ്ടും കുറയും, 199, 195, 194. അപ്പോഴൊക്കെ ഇൻവെർട്ടർ ഇതേപോലെ വോൾട്ടേജ് കുറച്ച് പവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ജനറേറ്റ് ചെയ്തിട്ട് 192 വോൾട്ട് വരെ ഇൻവെർട്ടർ ഗ്രിഡിന്റെ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ചിട്ട് വോൾട്ടേജ് കുറച്ച് പവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 192 എന്ന് പറയുന്നത് ഒരു 191 ആയാൽ 191 വോൾട്ടിലേക്ക് ഗ്രിഡിന്റെ വോൾട്ടേജ് കുറഞ്ഞാൽ ഇൻവെർട്ടർ 191 വോൾട്ടിലേക്ക് കുറയ്ക്കില്ല, പകരം അത് ട്രിപ്പ് ആവും. അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും, ഇൻവെർട്ടർ ജനറേഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഗ്രിഡിന്റെ വോൾട്ടേജ് 192 വരെ ഈ ഇൻവെർട്ടർ അതുമായി സിങ്ക് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 192 നിന്നും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടർ പണി നിർത്തിയിട്ട് അയാൾ സ്വിച്ച് ഓഫ് ചെയ്ത് നിൽക്കും. അതാണ് ഇവിടെ അണ്ടർ വോൾട്ടേജ് ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ ഓവർ വോൾട്ടേജ് ട്രിപ്പ് ഉണ്ട്. 240 എന്ന് പറയുന്നത് 264 വരെ മുകളിലേക്ക് പോകും. 264 വരെ ഗ്രിഡ് മാറുന്നതിനനുസരിച്ചിട്ട് ഇൻവെർട്ടറിന്റെ ജനറേഷൻ മാറി 264 അത് സ്റ്റിക്ക് ഓൺ ചെയ്യും. 264 മുകളിലേക്ക് ഗ്രിഡ് വോൾട്ടേജ് മാറുന്ന സമയത്ത് അയാൾ ഇൻവെർട്ടർ സ്വിച്ച് ഓഫ് ആവും. അപ്പൊ ഇവിടെയാണ് ഈ അണ്ടർ ആൻഡ് ഓവർ വോൾട്ടേജ് ട്രിപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ KCB എന്നൊക്കെ ടെസ്റ്റിംഗിന് വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ ആ വോൾട്ടേജ് വിൻഡോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്, അത് അവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ആ വാല്യൂസ് വരുന്നത് ഈ CEയുടെ ഈ റെഗുലേഷനുമായി ബന്ധപ്പെട്ടാണ് ആ വാല്യൂസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വരുന്നത്. ഇതേപോലെ ഇത് വോൾട്ടേജിന്റെ കാര്യം നമ്മൾ സംസാരിച്ചേ, 292 മുതൽ 264 വരെയുള്ള വോൾട്ടേജ് വിൻഡോ പറയുന്നത് ഈ വോൾട്ടേജിന്റെ കേസിലാണ്. ഇതേപോലെ ഫ്രീക്വൻസിയിലും ഇത്തരത്തിലൊരു വിൻഡോ ഉണ്ട്, അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് ഫ്രീക്വൻസി ട്രിപ്പ് ഉണ്ട്. ആ വാല്യൂസ് എന്ന് പറയുന്നത് 47.5 to 50.5 ഹെഡ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 50 ഹെഡ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ 50 ഹെഡ്സ് ഇത് കുറഞ്ഞ് 47.5 ഹെഡ്സ് ആവുന്നത് വരെയും ഇൻവെർട്ടർ ജനറേഷൻ തുടർന്നുകൊണ്ടിരിക്കും. 47.5ന്റെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇൻവെർട്ടർ സ്വിച്ച് ഓഫ് ആവും അല്ലെങ്കിൽ ഓഫ് ആവും. സ്വിച്ച് ഓഫ് ആവും ഇൻ ദി സെൻസ് അത് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് നിർത്തും. അങ്ങനെയാണ് അതിന്റെ ഡെഫിനിഷൻ വരുന്നത്. അങ്ങനെയാണ് ഇറ്റ് സീസ് ടു എനർജൈസ് ദി ഗ്രിഡ് അണ്ടർ ഫോൾട്ട് കണ്ടീഷൻ. ഗ്രിഡിനെ എനർജൈസ് ചെയ്യുന്നത് ഇൻവെർട്ടർ അവസാനിപ്പിക്കും. അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ആയി പോവുക എന്ന് പറയുന്നതാണ്, ഇൻവെർട്ടർ ഓഫ് ആക്കുക എന്ന് പറയുന്നതാണ്. അപ്പോ ഈ ഒരു വോൾട്ടേജ് വിൻഡോയും ഫ്രീക്വൻസി വിൻഡോയുടെ ഉള്ളിൽ മാത്രമാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നതുള്ളൂ. അപ്പൊ വാല്യൂസ് എന്ന് പറയുന്നത് കേരളത്തിലെ റേറ്റഡ് വോൾട്ടേജ് 240 ആയതുകൊണ്ട് 192 to 264 വോൾട്ടേജ് വിൻഡോ. ഫ്രീക്വൻസി വിൻഡോ എന്ന് പറയുന്നത് 47.5 to 50.5. എന്തെങ്കിലും കാരണവശാൽ ഈ വോൾട്ടേജ് വിൻഡോയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ അണ്ടർ ഫോൾട്ട് കണ്ടീഷൻസ് ഈ ഇൻവെർട്ടർ ഗ്രിഡിനെ എനർജൈസ് ചെയ്യുന്നത് നിർത്തും. അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഗ്രിഡ് ഈ ഇൻവെർട്ടർ ഓഫ് ആവുമെന്ന് പറയുന്നതാണ്. ഇതിന് നമ്മൾ ആന്റി ഐലൻഡിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് എപ്പോഴെങ്കിലും ഈ വോൾട്ടേജ് വിൻഡോന്റെ മുകളിലേക്ക് പോയാലോ അല്ലെങ്കിൽ ഇൻവെർട്ടർ ഗ്രിഡിന്റെ ഒരു ഫോൾട്ട് കണ്ടീഷൻ വരുന്ന സമയത്തോ ഇൻവെർട്ടർ സ്വയമേവ ഗ്രിഡിനെ എനർജൈസ് ചെയ്യുന്നത് നിർത്തുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷന് പറയുന്ന പേരാണ് ആന്റി ഐലൻഡിങ്.
അത് വരുന്നത് ഐലൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബ് പോലെ വർക്ക് ചെയ്യുക. ട്യൂബ് പോലെ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ട്യൂബിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. നമുക്ക് അവിടെ നിന്ന് പുറത്തുനിന്ന് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ട്യൂബിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ തന്നെ ജനറേറ്റ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇലക്ട്രിസിറ്റിയും അതേ ഒരു തോതിൽ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴാണോ പുറത്തു നിന്നുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള കണക്ഷൻ വിട്ടുപോകുന്നത്, അതേ സമയത്ത് തന്നെ നമ്മുടെ സിസ്റ്റവും പുറത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് നിർത്തണം. അതിന് നമ്മൾ ആന്റി ഐലൻഡിങ് എന്ന് പറയും. ഒരിക്കൽ ആന്റി ഐലൻഡിങ് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരിക്കൽ ഈ വോൾട്ടേജ് വിൻഡോയുടെയോ ഫ്രീക്വൻസി വിൻഡോയുടെയോ പുറത്തു പോയിട്ട് സിസ്റ്റം ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റീകണക്ട് ചെയ്യുന്നത് മിനിമം 60 സെക്കൻഡ്സിന് ശേഷമായിരിക്കും. അതായത് ഇൻവെർട്ടർ ഒരിക്കൽ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റീകണക്ഷന് വേണ്ടി ശ്രമിക്കുന്നത്, റീകണക്ഷന് വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചു തുടങ്ങുന്നത് ഒരു 60 സെക്കൻഡ്സിന് ശേഷമായിരിക്കും. 60 സെക്കൻഡ്സിന് ശേഷം പറഞ്ഞാൽ അത് 60 സെക്കൻഡ്സ് ഉള്ളത് ചിലപ്പോൾ 2 മിനിറ്റോ ഒക്കെ ആയിട്ട് വരാം, 100 സെക്കൻഡ്സ് ഒക്കെ ആയിട്ട് വരാം ഇത് റീകണക്ഷൻ ചെയ്ത് വരുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഇവിടെ ഒന്ന് നമ്മൾ DGയുടെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ഫീൽഡിൽ വന്നിട്ട് KCB അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസ്കോംസ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻസും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഇതും അവർ പരിശോധിക്കുന്നതാണ് വന്നിട്ട്. പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്, ഈ പറയുന്ന റെഗുലേഷൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ അവിടെ 7ാമത്തെ ടോപ്പിക്കിൽ പറയുന്നത് നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് വേണം, മാക്സിമം ഫോൾട്ട് കറന്റ് ഉള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് വേണം, മോർ ദൻ 1 ഐസൊലേഷൻസ് വേണം. അതായത് ഒന്നിൽ കൂടുതൽ ഐസൊലേഷൻസ്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഐസൊലേഷൻസ് വർക്ക് ചെയ്യാതെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. മോർ ദൻ 1 ഐസൊലേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പാരലൽ ചെയ്യുന്ന ഡിവൈസസ് 220% റേറ്റഡ് വോൾട്ടേജിന്റെ ഫോൾട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് താങ്ങാൻ പറ്റുന്നതായിരിക്കണം. ദെൻ മാക്സിമം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് 5% ഈ ഇൻവെർട്ടർ അല്ലെങ്കിൽ DG ഉണ്ടാക്കാൻ പാടുള്ളൂ. മാക്സിമം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് മാക്സിമം 5% അലൗഡ് ആയിട്ടുള്ളത് ഈ ഇൻവെർട്ടർ കാരണം ഉണ്ടാകാവുന്ന ഫ്ലക്ച്വേഷൻസ്. ദെൻ മറ്റൊന്ന്, ഇതും യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതായത് മാനുവൽ ഐസൊലേഷൻ, മാനുവൽ ഓപ്പറേറ്റഡ് ഐസൊലേറ്റിംഗ് സ്വിച്ചിന്റെ ആവശ്യകത. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്, ഒരു മാനുവലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഐസൊലേറ്റിംഗ് സ്വിച്ച് വേണം. ഈ നമ്മുടെ സിസ്റ്റം മാനുവലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിസിബിൾ ആയിരിക്കണം അതിന്റെ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷൻ വിസിബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ നമ്മളൊരു MCB ടൈപ്പുള്ള ഐസൊലേറ്റർ ആണ് ഉപയോഗിക്കുക എന്ന് വിചാരിക്കാം. MCB ടൈപ്പുള്ള ഐസൊലേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഐസൊലേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ആ നീഡിൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ആ സ്വിച്ച് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി അത് ഓഫ് ആണെന്ന് മനസ്സിലായി. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളിൽ ആ സാധനം ഐസൊലേറ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. ഈ സ്വിച്ച് താഴത്തേക്ക് വന്നതുകൊണ്ട് മാത്രം അതിന്റെ ഉള്ളിൽ ഐസൊലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒരു പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഇതിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഡിഫക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഐസൊലേഷൻ എന്ന് പറയുന്നത് വിസിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പണ്ടത്തെ DP സ്വിച്ചസ് അല്ലെങ്കിൽ TPN സ്വിച്ച്, അതിന്റെ ലിവർ നമ്മൾ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് ഐസൊലേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് കണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഐസൊലേഷൻ വിസിബിൾ ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഐസൊലേറ്റർ ടൈപ്പ് MCB ടൈപ്പ് ഐസൊലേറ്റർ ഇവിടെ അലൗഡ് അല്ല ശരിക്കും, ഈ വിസിബിൾ ഐസൊലേഷൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇവിടെ വിസിബിൾ ഐസൊലേഷൻ വേണം. അതാണ് ഒന്നാമത്തെ സബ് ടോപ്പിക് ആയിട്ട് വരുന്നത്. രണ്ടാമത്തത് ഇൻഡിക്കേറ്റേഴ്സ് വേണം. അത് ഓപ്പൺ ആണോ ക്ലോസ് പൊസിഷൻസിലാണോ എന്നുള്ളതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വേണം. മറ്റൊന്ന് 24 അവർ ആക്സസിബിലിറ്റി ലൈസൻസിക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും അവർ മീറ്റർ ആക്സസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പറയുന്ന സ്വിച്ചും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം വിതൗട്ട് പെർമിഷൻ ഓഫ് ദി കൺസ്യൂമർ. അവരുടെ പ്രിമൈസസിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് കൺസ്യൂമറുടെ അനുവാദം ഇല്ലാതെ തന്നെ ലൈസൻസിക്ക് അത് ആക്സസ് ചെയ്യാവുന്നതിനുള്ള സംവിധാനം വേണം എന്ന് പറയുന്നു. ഓപ്പൺ പൊസിഷനിൽ വെച്ചിട്ട് അത് ലോക്ക് ചെയ്തിട്ട് അവർക്ക് പോകാനുള്ള സംവിധാനം വേണം. മിനിമം ഹൈറ്റ് അറ്റ്ലീസ്റ്റ് 2.44 മീറ്റേഴ്സ് ആയിരിക്കണം ഗ്രൗണ്ട് ലെവലിൽ നിന്ന്. ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, എപ്പോഴാണോ ലൈസൻസിക്ക് ആ പർട്ടിക്കുലർ ഈ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്ത് മെയിൻ്റെനൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് അവിടെ ഇടപെടേണ്ടി വരുന്നത്, അത്തരം സിറ്റുവേഷൻസിൽ ഈ സിസ്റ്റം അവിടുന്ന് വരുന്ന പവറിനെ മാനുവലി ഐസൊലേറ്റ് ചെയ്തിട്ട്, ഇവൻ ദോ നമുക്ക് അതിന്റെ ആന്റി ഐലൻഡിങ് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും മാനുവലി നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് പ്രൊട്ടക്ഷൻ ഉറപ്പിക്കാൻ അല്ലെങ്കിൽ സേഫ്റ്റി ഡബിൾ ഷുവർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ മാനുവൽ ഓപ്പറേറ്റിംഗ് സ്വിച്ചിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതിനു വേണ്ടിയിട്ട് ലൈസൻസിക്ക് മാത്രം ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു
ചിന്തയിൽ നിന്നാണ് ഈ ഹൈറ്റ് 2.44. അതായത് സാധാരണ ആളുകൾക്ക് അത് ആക്സസിബിൾ അല്ല. അത് ഇത്തരത്തിലുള്ള ആളുകൾ അത് പർപ്പസ്ഫുള്ളി വന്നിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റണം. വഴി കൂടെ പോകുന്ന സമയത്ത് ലിവർ ഉണ്ടല്ലോ ഒന്ന് താറ്റിയാലോ എന്നുള്ള രീതിയിലൊന്നും ഇതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. പർപ്പസ്ഫുള്ളി ആയിരിക്കണം ഓപ്പറേഷൻ. അത് മാത്രമല്ല ലൈസൻസിങ് അതോ ലോക്ക് ചെയ്തിട്ട് പോകാൻ പറ്റണം. 24 hour ആക്സസിബിലിറ്റി വേണം. ഇതൊക്കെ വരുന്നത് അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റിൽ നിന്നാണ്. അപ്പൊ ഇത് ഇപ്പൊ നിലവിലെ കേസിൽ രണ്ട് തരത്തിലാണ് നമ്മൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന്, ചില ഭാഗത്ത് ഇത് പോസ്റ്റിൽ തന്നെ വെച്ച് പോസ്റ്റിൽ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സ് ഒക്കെ ഫിക്സ് ചെയ്ത് അവിടെ ഒരു ഫ്യൂസും അതിന്റെ അനുബന്ധ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ കണക്ഷൻ കൊടുക്കണമെന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അതിന്റെ മീറ്ററിനടുത്ത്, അതായത് സോളാർ മീറ്റർ അല്ലെങ്കിൽ നെറ്റ് മീറ്റർ ഇരിക്കുന്നതിന്റെ അടുത്ത് എവിടെ നിന്നാണോ സോളാറിലേക്കുള്ള കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മാനുവൽ ഐസൊലേറ്റർ വെച്ച്, അതായത് മീറ്ററിന് അടുത്താവുന്ന സമയത്ത് അവിടെ ഈ ലൈസൻസിക്ക് 24 hours ആക്സസിബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ചില സ്ഥലത്ത് അനുവദിക്കാറുണ്ട്. പക്ഷെ ആ ഹൈറ്റ് ചിലപ്പോൾ അവിടെ ഒരു പ്രശ്നമായിട്ട് വരും. 2.4 meters ഒന്നും അവിടെ ഹൈറ്റ് വരില്ല. അപ്പൊ ഈ രണ്ട് രീതിയിലും അതിനെ അനുവദിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത് അവിടെയുള്ള ഓഫീസേഴ്സിന്റെ സ്വഭാവവും അവരുടെ താല്പര്യങ്ങളൊക്കെ പോലെയാണ് സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ 2.44 meters ഹൈറ്റ് വേണോ, പോസ്റ്റിൽ വെക്കണോ, അതോ സോളാർ മീറ്ററിന് അടുത്ത് മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവിടുത്തെ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ മാനുവൽ ഐസൊലേറ്റർ സ്വിച്ച് നമ്മൾ ഫീൽഡിൽ വെക്കുന്നതാണ്. പക്ഷെ ഇവിടെ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാധനത്തിന് ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ. അതായത് നമ്മൾ ഇങ്ങനെ വെക്കുന്ന മാനുവൽ ഐസൊലേറ്റർ സ്വിച്ചസിൽ ഫ്യൂസ് പോലെയുള്ള അല്ലെങ്കിൽ MCB പോലെയുള്ള ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊലേഷൻ എന്ന് പറയുന്ന കാര്യം മാത്രമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ, ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ എവിടെ വരുന്നു അല്ലെങ്കിൽ പ്രശ്നം എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു ഫ്യൂസ് പ്രൊവൈഡ് ചെയ്താൽ, ഒരു MCB പ്രൊവൈഡ് ചെയ്താൽ ഭാവിയിൽ പലപ്പോഴും നമുക്കറിയാലോ, നമ്മളവിടെ നമ്മൾ വിചാരിക്കുന്ന കണക്ടറോടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ വരിക. ഒരു ഉദാഹരണത്തിന് റീസെന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് ഇതേപോലെ സിസ്റ്റം വെക്കുന്നു, അവിടെ പോസ്റ്റിൽ ഇതേപോലെ നമ്മൾ ഫ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫ്യൂസ് വെച്ച സമയത്ത് പിന്നീട് ആ വീട്ടുടമസ്ഥനോട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങി. ഈ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിയപ്പോൾ അതിന്റെ ചാർജർ സിംഗിൾ ഫേസ് ആ 8 kilowatt മറ്റോ ആണ് അതിന്റെ ഇത് വരുന്നിരുന്നത്, ചാർജറിന്റെ കണക്ടറിലോട് വന്നേ. അപ്പോൾ ഇദ്ദേഹം ഒരു ഒറ്റ സിംഗിൾ ഫേസിൽ കൊടുത്തിട്ട് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അതിന്റെ മുകളിലുള്ള ഫ്യൂസ് ഉണ്ടായിരുന്നു, ആ ഫ്യൂസ് പോകാൻ തുടങ്ങി. രാത്രിയിൽ ഇദ്ദേഹം ഇത് വന്നിട്ട് കണക്ട് ചെയ്യുന്നു, അവിടുത്തെ ഫ്യൂസ് പോകുന്നു. രാവിലെ ആകുമ്പോഴേക്കും സപ്ലൈ ഇല്ല. ഇതിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഈ പ്രൊട്ടക്ഷൻ പാടില്ല, അതായത് ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം ഇതാണ്. നമുക്ക് അതുകൊണ്ട് ചില ഇഷ്യൂസ് ഇതേപോലെ ഫ്രീക്വന്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ടേക്ക് അവേ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് മാനുവൽ ഐസൊലേറ്റഡ് സ്വിച്ച്, 2 പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂസ്, 3 ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഇൻവേർട്ടേഴ്സിന്റെ അല്ലെങ്കിൽ DGയുടെ സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഈ റെഗുലേഷൻ എന്നാണ്. ഇവിടുന്ന് അങ്ങോട്ട് വളരെ അത്ര ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രയർ ടു സിങ്ക്രണൈസേഷൻ, അതായത് സിങ്ക്രണൈസേഷന് മുമ്പ് ലൈസൻസിയുടെ അപ്രൂവൽസ് വേണം, അവർ ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കും, അവരുടെ പ്രൊട്ടക്റ്റീവ് ഫീച്ചേഴ്സ് ഒക്കെ വന്ന് ടെസ്റ്റ് ചെയ്യും, ഡ്രോയിങ്സ് അവർ പരിശോധിക്കും, ഡയഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അമെൻഡ് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ സൈറ്റ് റെസ്പോൺസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും, അതായത് അതിന്റെ SLD, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡോക്യുമെന്റ്സ്, കൺസ്യൂമറുടെ ആരാണ്, അവരുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടുത്തെ ലൈസൻസി കയ്യിൽ കരുതണമെന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പല സമയത്തായിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ്സ്, ഈവൻ അപ്ലിക്കേഷൻസിന്റെ സ്റ്റേജിൽ, രജിസ്ട്രേഷന്റെ, ഇൻസ്പെക്ഷന്റെ സ്റ്റേജിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് യഥാർത്ഥത്തിൽ ഈ സൈറ്റ് റെസ്പോൺസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടാണ് അവർ കളക്ട് ചെയ്യുന്നതും അവരത് സൂക്ഷിച്ചു വെക്കുന്നതും. ദെൻ 13ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, 5ാമത്തെ സെക്ഷനിലെ 13ാമത്തെ സബ് റെഗുലേഷൻ പറയുന്നത് ആക്സസ് അറ്റ് കണക്ഷൻ സൈറ്റ് ആണ്. അതായത് ആ വെച്ചിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ലൈസൻസി അല്ലെങ്കിൽ മറ്റ് അതോറിറ്റീസ്, അതിപ്പോ ഇൻസ്പെക്ടറേറ്റ് ആവാം, ലൈസൻസി ആവാം, സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ആവാം, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരാവശ്യപ്പെടുന്ന പക്ഷം അതിനെ അവിടത്തേക്ക് ആക്സസ് ചെയ്യുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം കൺസ്യൂമർ ഒരുക്കണം. പക്ഷെ ഇത് കൺസ്യൂമറുടെ സമ്മതമില്ലാതെ, ഇപ്പൊ നേരത്തെ നമ്മൾ മാനുവൽ ഐസൊലേറ്റഡ് സ്വിച്ചസ് പറഞ്ഞതുപോലെ കൺസ്യൂമറിന്റെ സമ്മതമില്ലാതെ ഈ പറയുന്ന സൈറ്റ് ആക്സസ് ചെയ്യണം എന്നുള്ളത് ലൈസൻസിക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. കൺസ്യൂമർ ലൈസൻസി അല്ലെങ്കിൽ മറ്റേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പറയുന്ന പക്ഷം നമ്മൾ അവരെ പാനലിന്റെ അടുത്തേക്കോ ഇൻവെർട്ടറിന്റെ അടുത്തേക്കോ എത്തിക്കുന്നതിനുള്ള സൗകര്യം കൺസ്യൂമർ ഒരുക്കേണ്ടതാണ്. പക്ഷെ വിതൗട്ട്
പെർമിഷൻ അല്ല, വിത്ത് പെർമിഷൻ ആണ്, കൺസ്യൂമറിന്റെ പെർമിഷൻ ആണ് ഇവിടെ പറയുന്നത്. പക്ഷെ മാനുവൽ ഐസൊലേറ്റർ അങ്ങനെയല്ല, നെറ്റ് മീറ്ററും അങ്ങനെയല്ല. അത് നമുക്ക് അവർക്ക് ഏത് സമയത്തും 24 ഹവറിലും ആക്സസ് ചെയ്യാവുന്ന സംവിധാനം വേണമെന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ആദ്യത്തെ സിഇയുടെ റെഗുലേഷനിൽ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കേരളത്തിലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 2020 2014 റെഗുലേഷൻ ഉണ്ടായിരുന്നു, അത് മാറ്റിയാണ് ഉണ്ടായത്. അത് പിന്നീട് ഈ 2020 അത് പുതുക്കുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ പുതിയ റെഗുലേഷൻ വരികയാണ് ഉണ്ടായത്. റെഗുലേഷൻ 2020 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന കുറച്ച് പോയിന്റ്സ്, വളരെ ചുരുങ്ങിയ പോയിന്റ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെ നമ്മൾ സ്ട്രക്ചർ വൈസ് നോക്കുന്ന സമയത്ത് 6 ചാപ്റ്റേഴ്സ് ആണ് ഈ ടോപ്പിക്കിലുള്ളത്, ഈ റെഗുലേഷനിലുള്ളത്. 6 ചാപ്റ്റേഴ്സ് ആണ് ഈ റെഗുലേഷൻസിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ അതിന്റെ ബേസിക് കാര്യങ്ങൾ പറയുന്നു, പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, ഡെഫിനിഷൻസ് വരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ. രണ്ടാമത്തെ ചാപ്റ്ററിൽ RPO, റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻസ്, ഓരോ സ്റ്റേറ്റ്സിന്റെ അല്ലെങ്കിൽ ഓരോ ഡിസ്കോംസിന്റെ അല്ലെങ്കിൽ ബൾക്ക് കൺസ്യൂമേഴ്സിന്റെ RPO എങ്ങനെയായിരിക്കണം, അതിന്റെ ഗൈഡ് ലൈൻസ് ആണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിലും നാലാമത്തെ ചാപ്റ്ററിലുമാണ് യഥാർത്ഥത്തിൽ ഈ സിസ്റ്റം കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് വരുന്നത്. അതിൽ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിലാണ് 1 മെഗാവാട്ട് വരെയുള്ള സിസ്റ്റംസ്, അപ് ടു 1 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സിസ്റ്റംസിന്റെ ഗൈഡ് ലൈൻസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ 1 മെഗാവാട്ട് വരെയുള്ള സിസ്റ്റംസ് ആണ് യഥാർത്ഥത്തിൽ നെറ്റ് മീറ്ററിംഗ് കണക്ടിവിറ്റിക്ക് എലിജിബിൾ ആയിട്ടുള്ളത്. നെറ്റ് മീറ്ററിംഗ് വഴി നമ്മൾ സിസ്റ്റം കണക്ട് ചെയ്യണമെങ്കിൽ 1 മെഗാവാട്ട് വരെ ആയിരിക്കണം സിസ്റ്റം. 1 മെഗാവാട്ടിന്റെ മുകളിലാണ് ക്യാപ്റ്റീവ് ആയിട്ട്, ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഉത്പാദിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഉത്പാദിപ്പിച്ച് വേറെ സ്ഥലത്തേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വലിയ കൺസ്യൂമർ ഉണ്ട്, ആ കൺസ്യൂമറിന് ലോഡ് ഉണ്ട്, അവിടെ സ്ഥലമില്ല, അപ്പൊ അയാൾക്ക് തൊട്ടപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഉത്പാദിപ്പിച്ച് അവിടെ കൊടുത്ത് ഇവിടുന്ന് മേടിക്കുക എന്ന് പറയുന്ന രീതികളൊക്കെ 1 മെഗാവാട്ട് മിനിമം കപ്പാസിറ്റി വേണമെന്നാണ് പറയുന്നത്. അതല്ലാതെ നമുക്ക് നെറ്റ് മീറ്ററിംഗിലേക്ക്, അതായത് നമ്മൾ ഉത്പാദിപ്പിച്ച് നമ്മൾ അവിടെ തന്നെ ഉപയോഗിക്കുന്നു, ബാക്കിയുള്ളത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ആ ബാക്കിയുള്ളത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് വേറെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാവാം. ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലാണ്. നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്നാമത്തെ ചാപ്റ്ററിലെ കാര്യങ്ങളാണ്. നാലാമത്തെ ചാപ്റ്റർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് അല്ല, പക്ഷെ നമുക്ക് കുറെ കൂടെ അപ്ലിക്കബിലിറ്റി കുറവാണ് നാലാമത്തെ ചാപ്റ്ററിൽ. അപ്പൊ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കുറേ കൂടെ ഡീൽ ചെയ്യുന്ന 1 മെഗാവാട്ട് വരെയുള്ള സിസ്റ്റംസ് ആണ്. ദെൻ അത് മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നു. നാലാമത്തെ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ ക്യാപ്റ്റീവ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസേഴ്സ്, ഇവരുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് ആണ് ഈ നാലാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അഞ്ചാമത്തതിൽ ടാരിഫ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് ഈ സോളാറിന്റെ ടാരിഫ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. ആറാമത്തത് മിസ്സെലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളും പറയും. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ ഫോക്കസ് ചെയ്യാം. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ പറയുന്നത് ഏതൊരു കൺസ്യൂമേഴ്സിനും, എലിജിബിൾ ആയിട്ടുള്ള ഏതൊരു കൺസ്യൂമേഴ്സിനും സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നെറ്റ് മീറ്ററിംഗ് വഴി സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് നടത്താവുന്നതാണ്. അങ്ങനെ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ മിനിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 കിലോവാട്ട് ആയിരിക്കണം. അപ് ടു 1 മെഗാവാട്ട് വരെ നമുക്ക് സിസ്റ്റം വെക്കാവുന്നതാണ്. 1 മെഗാവാട്ട് വരെ സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് നടത്താവുന്നതാണ്. കപ്പാസിറ്റി പറയുന്നത്, ഇപ്പൊ ആദ്യത്തെ റെവല്യൂഷനിൽ കപ്പാസിറ്റി പറയുന്നത് DC സൈഡിലായിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ കപ്പാസിറ്റി പറയുന്നത് AC സൈഡിലാണ്. അപ്പോൾ 1 കിലോവാട്ട് AC ആണ്, അല്ലെങ്കിൽ 1 മെഗാവാട്ട് AC ആണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന കപ്പാസിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മെഗാവാട്ട് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മെഗാവാട്ടിന്റെ മുകളിൽ DC കപ്പാസിറ്റി കൊടുക്കാം, അതിൽ തർക്കമില്ല. പക്ഷെ AC കപ്പാസിറ്റിയാണ് നമ്മൾ ഇവിടെ AC സൈഡിൽ, അതായത് ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി എന്താണോ അതാണ് ഇവിടെ നമ്മൾ കപ്പാസിറ്റി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആദ്യത്തെ റെഗുലേഷൻ അങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സിലെ റെഗുലേഷനിലും അങ്ങനെയല്ല. കേരളത്തിലെ AC സൈഡിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി വരുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇത് എലിജിബിൾ ആവുക എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അയാൾ ഡിസ്കോമിന്റെ ഒരു കൺസ്യൂമർ ആയിരിക്കണം. അതായത് ഡിസ്കോമിൽ നിന്നും ഒരു കൺസ്യൂമർ മീറ്റർ അയാൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാനിത് നെറ്റ് മീറ്ററിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ സംസാരിക്കുന്നത്. നെറ്റ് മീറ്ററിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് ആണ് പറയുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം, ഡിസ്കോംസിൽ ഇദ്ദേഹത്തിന് ഒരു കൺസ്യൂമർ ആയിരിക്കണം. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു മീറ്റർ അവിടെ ഉണ്ടായിരിക്കണം, ഒന്നാമത്തത്. രണ്ടാമത്തത്, അദ്ദേഹത്തിന്റെ കണക്റ്റഡ് ലോഡ് എത്രയാണോ ആ കണക്റ്റഡ് ലോഡ് വരെയാണ് അയാൾക്ക് കപ്പാസിറ്റി, അതായത് സിസ്റ്റം വെക്കാൻ അനുവദിച്ചിട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ വീടിന്റെ കപ്പാസിറ്റി 5 കിലോവാട്ടാന്ന് വിചാരിക്കും. വേണ്ട, എനിക്കൊരു ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിൽ 5 കിലോവാട്ടാണ് അല്ലെങ്കിൽ 5 KVA ആണ് അതിന്റെ കണക്റ്റഡ് ലോഡ് എങ്കിൽ ഈ 5 KVA വരെയാണ് എനിക്ക് കണക്ട് ചെയ്യാവുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്.
അതിൽ കൂടുതൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഇത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ ഈ കപ്പാസിറ്റി അലൗഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗാർഹിക ഉപഭോക്താവാണെങ്കിൽ എനിക്ക് 20 കിലോ വാട്ട് വരെ എനിക്ക് റെസ്പെക്റ്റീവ് ഓഫ് മൈ കണക്റ്റഡ് ലോഡ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 5 കിലോ വാട്ടേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ മറ്റേ 10 കിലോ വാട്ടേ ഉള്ളൂ എങ്കിൽ പോലും എനിക്ക് 20 കിലോ വാട്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് പറ്റും. അത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഞാനൊരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ആണെന്ന് വിചാരിക്കൂ, എനിക്ക് 10 കിലോ വാട്ടാണ് എൻ്റെ കണക്റ്റിലുണ്ടെങ്കിൽ 10 കിലോ വാട്ട് വരെ എനിക്ക് വെക്കാൻ പറ്റും. ഇത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് അപ് ടു 20 കിലോ വാട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കണക്റ്റഡ് ലോഡ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ പോസിബിൾ ആണ്. മറ്റൊന്ന്, സർവീസ് ലൈനിന്റെ അപ്പുറം, സർവീസ് ലൈനിന്റെ ഓഗ്മെന്റേഷൻ ചാർജ് ഷാൽ ബി ബോൺ ബൈ ദ കൺസ്യൂമേഴ്സ്. അതായത് എന്തെങ്കിലും തരത്തിൽ നമുക്ക് അവിടുത്തെ ഓഗ്മെന്റേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഇത് വേണമെങ്കിൽ മീറ്ററുകളോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സോ ഒക്കെ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് കൺസ്യൂമർ ബോൺ ചെയ്യണം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പുതിയതായിട്ട് സോളാർ സിസ്റ്റം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ചാർജ് കൺസ്യൂമർ ബോൺ ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ സിംഗിൾ ഫേസ് കൺസ്യൂമർ ആണെങ്കിൽ, അതായത് ഞാനൊരു സിംഗിൾ ഫേസ് കൺസ്യൂമർ ആണെങ്കിൽ എനിക്ക് 5 കിലോ വാട്ട് വരെ സിസ്റ്റം വെക്കാൻ പറ്റും. ശ്രദ്ധിക്കണം, സിംഗിൾ ഫേസ് കൺസ്യൂമർ ആണെങ്കിൽ എനിക്ക് 5 കിലോ വാട്ട് വരെയാണ് സിസ്റ്റം വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് റെഗുലേഷനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ ചില സ്ഥലത്ത് ഇതിനെ നമ്മൾ തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് കൺസ്യൂമർ ആണെങ്കിൽ എനിക്ക് 5 കിലോ വാട്ട് വരെയേ സിസ്റ്റം വെക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അതായത് 3 ഫേസ് കൺസ്യൂമർ ആണെങ്കിൽ സിംഗിൾ ഫേസ് സിസ്റ്റം വെക്കാൻ പറ്റില്ല എന്നവിടെ പറയുന്നില്ല. എനിക്ക് സിംഗിൾ ഫേസ് കൺസ്യൂമർ ആണെങ്കിൽ 5 കിലോ വാട്ട് വരെ, ഇപ്പൊ എന്റെ കണക്ഷൻ സിംഗിൾ ഫേസ് ആണ്, 5 കിലോ വാട്ട് വരെ ആയിരിക്കും സിംഗിൾ ഫേസ് കണക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്നത് 5 കിലോ വാട്ട് ആണ്. അത് സിംഗിൾ ഫേസിലായിരിക്കും വേണം. ഇതാണ് അവിടെ പറയുന്ന റെഗുലേഷനിൽ പറയുന്ന പോയിന്റ്. മറിച്ച് ഞാനൊരു വേറൊരു സിറ്റുവേഷൻ പറയാം, സിനാരിയോ പറയാം. എന്റെ സിസ്റ്റം എന്റെ കണക്ടറോട് 10 കിലോ വാട്ട് ആണ്, ഞാൻ 3 ഫേസ് കൺസ്യൂമർ ആണ്. എനിക്ക് 5 കിലോ വാട്ട് വരെയുള്ള സിസ്റ്റം 3 ഫേസിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ എന്ന് അവിടെ പറയുന്നില്ല. എനിക്ക് ചിലപ്പോൾ ഒരു 3 കിലോ വാട്ട് ചിലപ്പോൾ സിംഗിൾ ഫേസിൽ വെക്കേണ്ടി വരും. ദെൻ 5 കിലോ വാട്ട് ആണെങ്കിൽ തന്നെ എനിക്ക് സിംഗിൾ ഫേസിൽ വെക്കാം, കാരണം 5 കിലോ വാട്ട് വരെ സിംഗിൾ ഫേസിൽ അനുവദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ചില സ്ഥലത്ത് ഇതിനെ തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. 5 കിലോ വാട്ട് വരെയാണ് സിസ്റ്റം എങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ ഫേസിൽ മാത്രമേ വെക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് മറ്റൊന്ന് തരത്തിൽ പറയാൻ പറ്റുന്നത്, എനിക്ക് 3 ഫേസ് വെക്കണമെങ്കിൽ 3 ഫേസ് സിസ്റ്റം അല്ലെങ്കിൽ 3 ഫേസ് കണക്ഷൻ 3 ഫേസ് സിസ്റ്റം ഉള്ള സിസ്റ്റം, അതായത് 5 കിലോ വാട്ടിന്റെ മുകളിലുള്ള കപ്പാസിറ്റി ഉള്ള സിസ്റ്റം വെക്കണമെങ്കിൽ ഞാനൊരു 3 ഫേസ് കൺസ്യൂമർ ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ റെഗുലേഷനിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഞാൻ പറയാൻ കാരണം പല സ്ഥലങ്ങളിൽ ഞാൻ അതിനെ തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് റെഗുലേഷൻ ഇല്ലാത്തടത്തോളം കാലം നമുക്കൊരു 3 ഫേസ് കൺസ്യൂമേഴ്സിന് സിംഗിൾ ഫേസ് സിസ്റ്റം വെക്കാൻ പറ്റില്ല എന്ന് KCBക്ക് ഡിനൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, KCBയെ സംബന്ധിച്ച് പലപ്പോഴും ഈ സിംഗിൾ ഫേസ് സിസ്റ്റം, ഈവൻ നമ്മളെ സംബന്ധിച്ചും സിംഗിൾ ഫേസ് 3 ഫേസ് കൺസ്യൂമേഴ്സിന് സിംഗിൾ ഫേസ് സിസ്റ്റം വെക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും നല്ലത് ശരിക്കും അത് 3 ഫേസ് സിസ്റ്റത്തിലേക്ക് തന്നെ കൊടുക്കുന്നതാണ്. ചുരുങ്ങിയ ലെവലിലുള്ള പൈസ വ്യത്യാസം അതിൽ വരുന്നുള്ളൂ. ഭാവിയിൽ ഈ പറയുന്നതൊക്കെ KCB ഡിനൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവരുടെ സിസ്റ്റം ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പൊ ഞാനിതോട് സൂചിപ്പിച്ചെന്ന് മാത്രം, പല സ്ഥലങ്ങളിൽ നമ്മൾ ഇതിനെ ചർച്ച കണ്ടിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോ പല പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സംസാരിക്കുന്നത്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സിസ്റ്റംസ് ഒരേ കൺസ്യൂമേഴ്സിന് തന്നെ ഇൻസ്റ്റാളേഷൻ നടത്താവുന്നതാണ്. പല കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ ആ കൺസ്യൂമേഴ്സ് നമ്പറിലൊക്കെ ഒരേ ആളുകളാണെങ്കിൽ പോലും നമുക്ക് സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് നടത്താവുന്നതാണ് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വീട്ടിലുള്ള കണക്ഷൻ പറഞ്ഞു, നമ്മുടെ കണക്ടറിലൂടെ എത്രയാണോ അത്രയാണ് നമുക്ക് വെക്കാൻ പറ്റുക, അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഇത് ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ 75% വരെ നമുക്കിത് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ റെഗുലേഷനിൽ പറയുന്നത്. ഇപ്പോൾ 100 kVA ട്രാൻസ്ഫോമറിലേക്ക് 100 kVAയുടെ 75% 75 kVA വരെ ക്യുമുലേറ്റീവ് കപ്പാസിറ്റി ഇവിടെ കൊടുക്കാം എന്നുള്ളതാണ് ലൈസൻസിയോട് റെഗുലേഷൻ പറയുന്നത്. മറ്റൊന്ന്, ഈ ഇന്റർ കണക്ഷൻസ് പോസിബിൾ ആവുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച 2013 റെഗുലേഷൻ, അതിൽ പറഞ്ഞ 2006 മീറ്ററിംഗിന്റെ റെഗുലേഷൻ, 2010 സേഫ്റ്റിയുടെ റെഗുലേഷൻ, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ റെഗുലേഷൻ, അല്ലെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത് ഈ റെഗുലേഷനിൽ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. Then, eligible consumers shall install manually operated switch and other safeguard to the energized system. അത് നമ്മൾ നേരത്തെ റെഗുലേഷനിൽ CA റെഗുലേഷനിൽ പറഞ്ഞതാണ്. അതിവിടെ ഒന്നും കൂടെ എംഫസൈസ് ചെയ്തെന്ന് മാത്രം. മറ്റൊന്നും ഇവിടെ പറയുന്നത്,
ലൈസൻസിക്ക് വീൽ ചെയ്യാവുന്നതാണ്, കൺസ്യൂമേഴ്സിന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വീൽ ചെയ്യാവുന്നതാണ്. വീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തൃശ്ശൂർ, എനിക്കൊരു എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ എനിക്ക് സ്ഥലമുണ്ട്, ഞാൻ തൃശ്ശൂർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ നടത്തുന്നു, വീടാണ്. അതേപോലെ എനിക്ക് തിരുവനന്തപുരത്ത് എനിക്ക് എൻ്റെ ഒരു ഓഫീസുണ്ട്. അപ്പൊ ആ ഓഫീസിലേ ഞാൻ സോളാർ സിസ്റ്റം വെച്ചിട്ടില്ല. പക്ഷെ പ്രശ്നമല്ല, അവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചത് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷവും എൻ്റെ കയ്യിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. അതായത് വീട്ടിൽ ആവശ്യമായിട്ടുള്ള കൂടുതൽ എനർജി ഞാൻ തൃശ്ശൂർ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ഞാൻ അധികമായിട്ട് KECBക്ക് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഓഫീസിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അവിടത്തേക്ക് എനിക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരു മാസം ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു 100 യൂണിറ്റ് വൈദ്യുതി എന്ന് വിചാരിക്കും. ഞാനൊരു 200 യൂണിറ്റ് വൈദ്യുതി ഞാൻ ഉൽപ്പാദിപ്പിച്ച ഒരു മാസം അങ്ങോട്ട് KECBക്ക് കൊടുത്തു. അപ്പോ 100 യൂണിറ്റ് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉണ്ട്, ഞാൻ 200 യൂണിറ്റ് ആകെ ഞാൻ KECBക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വീട്ടിൽ ഉപയോഗിച്ച 100 യൂണിറ്റ് അതൊന്ന് മൈനസ് ചെയ്യും, ബാക്കി 100 യൂണിറ്റിന്റെ കയ്യിലുണ്ട്, വീട്ടിൽ അധികമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, എൻ്റെ തിരുവനന്തപുരത്ത് ഓഫീസിൽ 100 യൂണിറ്റ് ആണ് എൻ്റെ ആ മാസത്തെ കൺസംഷൻ എങ്കിൽ ഞാൻ വീട്ടിൽ അധികമായിട്ട് കൊടുത്ത 100 യൂണിറ്റ് വൈദ്യുതി ഇവിടെ, അതായത് തിരുവനന്തപുരത്ത് എനിക്ക് ഇങ്ങോട്ട് മുഴുവനായിട്ടും വീൽ ചെയ്ത്, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ അത് കോമ്പൻസേഷൻ നടത്താം എന്നാണ് പറയുന്നത്. അങ്ങനെ വീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് തൃശ്ശൂർ 100 യൂണിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും 100 യൂണിറ്റ് മുഴുവനായിട്ടും തിരുവനന്തപുരത്ത് എനിക്ക് മേടിക്കാൻ പറ്റില്ല. ആ കാര്യം ഇവിടുന്ന് അങ്ങോട്ട് എത്തുന്നതിന്റെ ലോസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ 2 ചാർജസ് അവിടെ നിന്ന് ഈടാക്കുന്നുണ്ട്. ഒന്ന് വീലിംഗ് ചാർജും ഈടാക്കും, മറ്റൊന്ന് ഡിസ്ട്രിബ്യൂഷൻ ലോസും ഈടാക്കും. ഇത് രണ്ടും കൂടെ, അത് രണ്ടും ഈ ഓരോ വർഷത്തിലും റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത്. അപ്പൊ അത് കണക്കാക്കുന്ന സമയത്ത് ഏകദേശം ഒരു 8% 9% നമുക്ക് ലോസ് വരും. അതായത് 100 യൂണിറ്റ് നമ്മൾ തൃശ്ശൂർ കൊടുത്താലും 90 യൂണിറ്റ് നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, 10 യൂണിറ്റ് ലോസ് ആണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരും ഏകദേശം. അപ്പോൾ ഈ രീതിയിൽ ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിച്ച് അവിടെ ഉപയോഗിച്ചതിന്റെ ബാക്കി നമുക്ക് വേറെ സ്ഥലത്ത് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കുന്നതിന് പ്രധാനമായിട്ടും നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഈ 2 സ്ഥലത്തെയും കൺസ്യൂമർ ഒരാളായിരിക്കണം. അതായത് 2 സ്ഥലത്തെയും കണക്ഷൻ ഒരാളുടെ പേരിൽ തന്നെ ആയിരിക്കണം, രണ്ടും ഒരാളുടെ പേരിൽ തന്നെ ആയിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ താരിഫ് ഒരു വിഷയമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് വീട്, ഒന്ന് ഡൊമസ്റ്റിക് ആണ്, മറ്റതൊന്ന് കൊമേഴ്ഷ്യൽ ആണ്. ഈ താരിഫ് ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. താരിഫ് ഏത് തന്നെയായാലും നമുക്ക് വീലിംഗ് പോസിബിൾ ആണ്. മൂന്നാമത്തെ കാര്യം, എത്രയാണോ ഞാൻ ഉപയോഗിച്ചത്, ആ ഉപയോഗം കഴിഞ്ഞതിന്റെ ബാക്കിയാണ്, അതായത് ഞാൻ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടുത്തെ ഉപയോഗം കഴിഞ്ഞതിന്റെ ബാക്കിയാണ് യഥാർത്ഥത്തിൽ എനിക്ക് മറ്റേ അടുത്ത സ്ഥലത്തേക്ക് വീൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ 3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് പുതിയ റെഗുലേഷനിൽ പറയുന്നത്. പണ്ട് 2014 റെഗുലേഷനിൽ 500 യൂണിറ്റ് മിനിമം വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുതിയ റെഗുലേഷൻ വന്നപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് വീൽ ചെയ്യാം, പക്ഷെ ഒരേ കൺസ്യൂമറിന്റെ പേരിലായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദെൻ ഫീസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിന് എത്ര ദിവസങ്ങളാണ് ഓരോ സ്റ്റെപ്പിനും നമുക്ക് ഉള്ളത്, അത്തരം കാര്യങ്ങളോട് പറയുന്നു. നമുക്കറിയാവുന്നതാണ്, ഫീസിബിലിറ്റിക്ക് കൊടുക്കണം 1190 രൂപ ഇൻക്ലൂഡിംഗ് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അവർ ഫീസിബിൾ ആണോ അല്ലേ എന്നുള്ളത് പറയുന്നു. അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ നടത്തണം. രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നമ്മൾ 1000 രൂപ ഓരോ കിലോ വാട്ടിന് നമ്മൾ അടയ്ക്കണം, അതിന്റെ ടാക്സ് ഉണ്ടാവും. ഈ രജിസ്ട്രേഷന്റെ കാലാവധി എന്ന് പറയുന്നത് പണ്ട് 6 മാസമായിരുന്നു, ഇപ്പൊ അത് 1 വർഷമാക്കി നീട്ടിയിട്ടുണ്ട് പുതിയ റെഗുലേഷനിൽ. അപ്പോൾ 1 വർഷം വരെ രജിസ്ട്രേഷന്റെ കാലയളവുണ്ട്. 1 വർഷത്തിനുള്ളിൽ ഈ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ നടത്തിയാൽ മതി. അത് വേണമെങ്കിൽ നമുക്ക് 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന സാധ്യതയും കൂടെ ഉണ്ട്. അപ്പോൾ 1.5 വർഷത്തിനുള്ളിൽ സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് നടത്താവുന്ന ഒരു ആപ്ലിക്കേഷന്റെ കീഴിൽ നടത്താവുന്നതിനുള്ള വഴി ഈ റെഗുലേഷനിൽ പറയുന്നുണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് റീഫണ്ടബിൾ ആണ്. റീഫണ്ടബിൾ എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഈ 1 വർഷത്തിനുള്ളിൽ നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പക്ഷം നമ്മൾ കൊടുത്തതിന് 80% രൂപ, 80% പൈസ, രജിസ്ട്രേഷൻ ഫീസിന്റെ 80% നമുക്ക് തിരിച്ചു കിട്ടും. ഇനി ഇതല്ല, വേറൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, വേറൊരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ 1 വർഷത്തിനുള്ളിൽ നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് കഴിഞ്ഞ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 80% നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ 1 വർഷത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവുകയാണ് നമ്മളെ കൊണ്ട് ഈ സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് നമുക്ക് നടത്താൻ പറ്റില്ല, കാരണങ്ങൾ പലതായിരിക്കാം. അപ്പൊ ഈ 1 വർഷത്തിനുള്ളിൽ എനിക്ക് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ രേഖാമൂലം അവരെ അറിയിക്കുന്നു, ഞാൻ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുകയാണ്, എന്നെ കൊണ്ട് ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഇതിന്റെ 80% തിരിച്ചു തരുന്നതിനുള്ള വകുപ്പുണ്ട്. ഈ 2 സാഹചര്യത്തിലാണ് റീഫണ്ടിങ് പോസിബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസിന്റെ. ആപ്ലിക്കേഷൻ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്.
അതാണ് ഇവിടെ പറയുന്നത്. 15ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ബാങ്കിങ് ഓഫ് ഇലക്ട്രിസിറ്റി. ബാങ്കിങ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഇടുന്നത് പോലെ, ഉദാഹരണത്തിന് ഈ മാസം ഞാനൊരു 100 യൂണിറ്റ് ഞാൻ ഉപയോഗിച്ചു. അതിന്റെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ കണക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഈ മാസം 100 യൂണിറ്റ് ഞാൻ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. 90 യൂണിറ്റ് ആണ് എൻ്റെ ആകെ ജനറേഷൻ. 90 യൂണിറ്റ് ഞാൻ ജനറേറ്റ് ചെയ്തു. അപ്പൊ 10 യൂണിറ്റ് ഞാൻ എക്സസ് ആയിട്ട് ഗ്രിഡിൽ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സസ് ആയിട്ട് എടുത്ത 10 യൂണിറ്റിന് കൺസ്യൂമർ KECBക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇത് ഒരു കണ്ടീഷൻ, ഒരു സിനാരിയോ. രണ്ടാമത്തെ ഒരു സാധ്യത എങ്ങനെയാന്ന് നോക്കാം. ഞാൻ 100 യൂണിറ്റ് ഞാൻ ഉപയോഗിച്ചു, 100 യൂണിറ്റിന് തന്നെ ഞാൻ ഉൽപ്പാദിപ്പിച്ചു. അതായത് തത്വത്തിൽ ഞാനൊന്നും എടുത്തിട്ടില്ല എന്നുള്ള പോലെ. അങ്ങനെയാണെങ്കിൽ കൂടെ ഞാൻ അവിടെ എനർജി ചാർജ് മാത്രമേ എനിക്ക് അവിടുന്ന് കോമ്പൻസേഷൻ ആയിട്ട് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്തിട്ട് എനർജി ചാർജ് മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി മീറ്ററിംഗ് ചാർജ് വരും, പിന്നെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഡ്യൂട്ടി വരും, ദെൻ ഫിക്സഡ് ചാർജ് വരും. ഈ വക ചാർജസ് ഒക്കെ, ഫിക്സഡ് ചാർജസ് ഒക്കെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അവിടെ നമുക്ക് എനർജി ചാർജ് നമുക്ക് ഒഴിവായി കിട്ടും. ഇനി മൂന്നാമത്തെ ഒരു സാഹചര്യം നോക്കൂ. ഞാൻ 100 യൂണിറ്റ് ഞാൻ ഉപയോഗിച്ചു, 110 യൂണിറ്റ് ഞാൻ ജനറേറ്റ് ചെയ്തു. 10 യൂണിറ്റ് എനിക്ക് എക്സസ് ആണ് ജനറേഷൻ ഈ മാസം. അപ്പൊ ആ 10 യൂണിറ്റിന്റെ ക്രെഡിറ്റിൽ വെക്കും. 10 യൂണിറ്റിന്റെ ക്രെഡിറ്റിൽ വെക്കും. നമ്മൾ ബാങ്കിൽ ഇട്ട പോലെ എന്ന് വിചാരിക്കാൻ വേണമെങ്കിൽ 10 യൂണിറ്റ് ഞാൻ ക്രെഡിറ്റിൽ വെക്കുന്നു. ദെൻ അടുത്ത മാസം ഞാൻ വീണ്ടും 100 യൂണിറ്റ് ഞാൻ ഉപയോഗിച്ചു, 90 യൂണിറ്റ് ആണ് ഞാൻ ജനറേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മാസം, അതായത് 100 യൂണിറ്റ് ഞാൻ ഉപയോഗിച്ച് 90 യൂണിറ്റ് ഞാൻ ജനറേറ്റ് ചെയ്ത മാസം യഥാർത്ഥത്തിൽ ഞാൻ 10 യൂണിറ്റിന്റെ പൈസ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ നോക്കുന്ന സമയത്ത് ഒരു 10 യൂണിറ്റ് എക്സസ് ഉണ്ട്. 10 യൂണിറ്റ് ഞാൻ കഴിഞ്ഞ മാസത്തെ ഞാൻ എക്സസ് എന്റെ ക്രെഡിറ്റിലുണ്ട്. ആ 10 യൂണിറ്റ് ഇതിലേക്ക് ചേർക്കും. അങ്ങനെ വരുമ്പോൾ ഈ 10 യൂണിറ്റ് ഞാൻ കൊടുക്കാനുള്ള 10 യൂണിറ്റിലേക്ക് ചേർത്തിട്ട് അവിടെ ബില്ലിങ് 0 ആയിട്ട് വീണ്ടും വരും. അപ്പൊ ആ മാസം ഞാൻ പൈസ കൊടുക്കേണ്ടതായിട്ടില്ല. പൈസ എന്ന് പറയുമ്പോൾ എനർജി ചാർജ് കൊടുക്കേണ്ടതായിട്ടില്ല, ഫിക്സഡ് ചാർജ് കൊടുക്കണം. അടുത്തൊരു കണ്ടീഷൻ എങ്ങനെയാ? 100 യൂണിറ്റ് ഞാൻ ഉപയോഗിച്ചു, 110 യൂണിറ്റ് ഞാൻ വീണ്ടും ജനറേറ്റ് ചെയ്തു അടുത്ത മാസം. ആ 10 യൂണിറ്റിന്റെ ക്രെഡിറ്റിൽ വരും. വീണ്ടും അടുത്ത മാസം ഞാൻ 100 യൂണിറ്റ് ഉപയോഗിക്കുന്നു, 110 യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. വീണ്ടും 10 യൂണിറ്റിന്റെ ക്രെഡിറ്റിലേക്ക് കയറി, മൊത്തം 20 യൂണിറ്റ്. ദെൻ അടുത്ത മാസം ഇതേപോലെ 10 യൂണിറ്റ് ക്രെഡിറ്റിലേക്ക് കയറുകയാണെങ്കിൽ ഓരോ മാസത്തിലും ഇങ്ങനെ 10 യൂണിറ്റ് ക്രെഡിറ്റിലേക്ക് കയറി വരുന്നു. അങ്ങനെ കയറി വന്നാൽ ഇത് എന്തെങ്കിലും സെറ്റിൽ ചെയ്യണ്ടേ? നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ട് യൂണിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ വർഷത്തിലൊരിക്കൽ സെറ്റിൽ ചെയ്യും. വർഷത്തിലൊരിക്കൽ സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ സെറ്റിൽമെന്റ് പീരീഡ് എന്ന് പറയും. സെറ്റിൽമെന്റ് പീരീഡ് കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിലെ സെറ്റിൽമെന്റ് പീരീഡ് ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെ. അപ്പോ ഒക്ടോബർ 1 മുതൽ ഇതേപോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിരിക്കുന്ന എല്ലാ എക്സസ് ആയിട്ടുള്ള എനർജീസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെപ്റ്റംബർ 30-ാം തീയതി നമ്മൾ നോക്കും ഇദ്ദേഹത്തിന്റെ കണക്കിൽ എത്ര ക്രെഡിറ്റിൽ എത്ര യൂണിറ്റുകൾ ഉണ്ടെന്ന് നോക്കും. അപ്പോൾ 100 യൂണിറ്റ് ആണ് നമ്മുടെ ക്രെഡിറ്റ്, 100 അല്ലെങ്കിൽ 120 യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. ഓരോ മാസത്തിലും 10 യൂണിറ്റിന്റെ ക്രെഡിറ്റ് കയറി 120 യൂണിറ്റ് ആണ് എന്റെ ക്രെഡിറ്റിലുള്ളതെങ്കിൽ ആ 120 യൂണിറ്റിന് പൈസ KECB കൺസ്യൂമറിന് തരണം. 120 യൂണിറ്റിന് എക്സസ് ആയിട്ട് വന്ന ഒരു വർഷത്തിൽ ആകെ ക്രെഡിറ്റിലുള്ള 120 യൂണിറ്റിന്റെ പൈസ എക്സസ് KECB അല്ലെങ്കിൽ ഡിസ്കോം കൺസ്യൂമറിന് കൊടുക്കും. അതിന് നമ്മൾ സെറ്റിൽമെന്റ് പീരീഡ് എന്ന് പറയും. ആ കൊടുക്കുന്നത് ഇപ്പൊ നിലവിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2.94 ആണ് ഇപ്പൊ നിലവിലുള്ള റേറ്റ്. അത് ഓരോ വർഷത്തിലും റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുകയാണ് ചെയ്യുക. ഓരോ വർഷത്തിൽ അതിന്റെ വാല്യൂസ് റേറ്റ് എത്രയാണെന്നുള്ളത് അവർ പറയും. അത് ആവറേജ് പൂൾഡ് പർച്ചേസ് കോസ്റ്റ് എന്ന് നമ്മൾ അതിന് പറയുക, APPC ആവറേജ് പൂൾഡ് പർച്ചേസ് കോസ്റ്റ്. അതിന്റെ റേറ്റിലാണ് അത് തരുന്നത്. നിലവിൽ അത് 2.94 ആണ്. ഇതിനെയാണ് നമ്മൾ സെറ്റിൽമെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിന്റെ 2020 റെഗുലേഷൻസ് പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും പോയിന്റ്സ് ആണ് യഥാർത്ഥത്തിൽ അവർ പറയുന്നത്. രണ്ടാമത്തെ റെഗുലേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗൈഡ് ലൈൻസ് കേരളത്തിന്റെ ഒന്നാമത്തെ നമ്മൾ 2013-ലായിരുന്നു, അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ 2020-ത്തെ 2020 നമ്മൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കുലർ വന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സർക്കുലർ ഓരോ കാലഘട്ടത്തിലും വരാറുണ്ട്. അതിന്റെ ഏറ്റവും അവസാനം വന്നത് 2020-ലാണ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടെ ഊന്നി പറയുന്നു എന്ന് മാത്രം. കുറേയും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും. ഇപ്പൊ ഉദാഹരണത്തിന് എർത്തിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏതൊക്കെ ഭാഗങ്ങൾ എർത്ത് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. എത്ര കിലോവാട്ട് വരെയുള്ള സിസ്റ്റം, അതായത് ഇപ്പോ നിലവിലുള്ള റെഗുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 10 കിലോവാട്ട് വരെയുള്ള സിസ്റ്റത്തിന്റെ എല്ലാ ഉത്തരവാദിത്തവും ബോർഡിന് തന്നെയാണ്, KECBക്ക് തന്നെയാണ്. 10 കിലോവാട്ട് വരെയുള്ള സിസ്റ്റത്തിന് 10 മുതൽ 30 കിലോവാട്ട് വരെ ആണെങ്കിൽ അവിടെ സ്കീം അപ്രൂവൽ വേണ്ട. സ്കീം അപ്രൂവല് ഇത്രയും സിസ്റ്റത്തിന് വേണ്ട. പകരം നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് കഴിഞ്ഞ് എനർജൈസേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം 30 കിലോവാട്ട് വരെ. 30 കിലോവാട്ടിന് മുകളിലാണെങ്കിൽ എനർജൈസേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, സ്കീം അപ്രൂവലും കൂടെ വേണം. ഈ കാര്യങ്ങളൊക്കെ ഈ 2020-ലെ റെഗുലേഷനിലാണ് പറയുന്നത്. അതായത് 10 കിലോവാട്ട് വരെയാണെങ്കിൽ ഇൻക്ലൂഡിങ് 10 ഡിസ്കോംസിന്റെ പരിഗണനയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിന് ഇൻസ്പെക്ടറേറ്റിന്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ല. 10 മുതൽ 30 ആണെങ്കിൽ
സ്കീം അപ്രൂവൽ വേണ്ട, പകരം എനർജൈസേഷൻ സർട്ടിഫിക്കറ്റ് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്പെക്ടറേറ്റിനെ സമീപിച്ച് മേടിക്കണം. 30-ന് മുകളിലാണെങ്കിൽ സ്കീം അപ്രൂവലും വേണം, എനർജൈസേഷൻ സർട്ടിഫിക്കറ്റും വേണം. ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും 3 റെഗുലേഷൻസ് ആണെങ്കിൽ 3 ഗൈഡ് ലൈൻസ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ സോളാർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കിങ്ങനെ കേസ് വൈസ് കേസ് നമുക്ക് പറയാനൊക്കെ ഉണ്ടാവും. നിലവിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചയാവാമെന്ന് വിചാരിക്കുന്നു. കണ്ണൻ സാറേ. സാറേ, ഇപ്പം ഞാൻ അവരുടെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ചോദിച്ചോളൂ. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ ഇവിടുന്ന് ഓപ്ഷൻ ഇട്ട് തരാം. എന്തുപറ്റി? ആർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാനത് ഒന്ന് ഇതെടുക്കട്ടെ സാറേ, ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഞാൻ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അതുവരെ ഞാൻ ഇതൊന്ന് നോക്കാം. മിസ്റ്റർ എഡിസൺ, വാട്ട് ഇഫ് വി ഡോണ്ട് വാണ്ട് ടു വീൽ ബട്ട് ഇൻസ്റ്റെഡ് വാണ്ട് ടു സെൽ ഓൺലി? അതായത് വീൽ ചെയ്യണ്ട, നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് വീൽ ചെയ്യാൻ താല്പര്യമില്ല, മറിച്ച് എന്താണ് വിൽക്കുക എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത്, വിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ എക്സസ് കൊടുക്കുന്നതിന് ഞാൻ പറഞ്ഞല്ലോ 2.94 നമുക്ക് കിട്ടുന്ന റേറ്റ്. അപ്പൊ 2.94 നമുക്ക് ഓരോ വർഷത്തിലും അധികമായി കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് കിട്ടുന്നതാണ്. ആ രീതിക്കാണ് കാര്യങ്ങൾ പോവുക. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എല്ലാ സ്റ്റേറ്റ്സും, ഇപ്പൊ കേരളം എന്നുള്ളതല്ല, എല്ലാ സ്റ്റേറ്റ്സും അവരുടെ ഒരു പോളിസി, അതായത് റെഗുലേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ഇന്റേണൽ പോളിസി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് മോട്ടീവ് ഒന്നും ആർക്കും വയബിൾ ആവില്ല. മറിച്ച് നമുക്ക് വേണ്ടുന്ന ഇലക്ട്രിസിറ്റി, നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വയബിൾ ആയിട്ട് വരുമെന്നല്ലാതെ അധികമായിട്ട് KECBക്ക് കൊടുത്ത് അത് ഒരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്നും വരുമാനം എന്നുള്ള രീതിയിലോ വരുന്ന ആളുകൾക്ക് അതൊരു ഫിനാൻഷ്യൽ വയബിലിറ്റിക്ക് വരാൻ സാധ്യത ഇല്ലാത്ത തരത്തിൽ തന്നെയാണ് എല്ലാ സ്റ്റേറ്റ്സും ഈ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ദെൻ രണ്ടാമത്തത് അത് തന്നെയാണ്. ഒരു സംശയം ചോദിക്കാമോ? പറയും. ഇപ്പോ ഈ 10 കിലോവാട്ടിന് മേലെ നെറ്റ് മീറ്ററിംഗ് പോസിബിൾ അല്ല എന്ന് മുമ്പ് കേട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് നിലവിലുണ്ടോ, അതോ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? അത് അത്തരത്തിലൊരു CERC അത്തരത്തിലൊരു റെഗുലേഷൻ ഇറക്കിയായിരുന്നു, ഒരു ഡ്രാഫ്റ്റ് ഇറക്കിയായിരുന്നു. 10 കിലോവാട്ടിന് മുകളിൽ എല്ലാ സ്റ്റേറ്റ്സിലും നെറ്റ് മീറ്ററിംഗ് പറ്റില്ല, ഗ്രോസ് മീറ്ററിലേക്ക് പോകണം എന്നുള്ളൊരു ഒരു ഗൈഡ് ലൈനിന്റെ ഡ്രാഫ്റ്റ് ഇറക്കിയിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷെ അതിനെ പല ഡിസ്കോംസും അതിനെ ചലഞ്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ CERC ഇറക്കിയിട്ടുള്ളത് 500 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് ആവാം എന്നുള്ളതാണ് നിലവിലുള്ള റെഗുലേഷൻ. 500 കിലോവാട്ട് വരെ എന്തായാലും നെറ്റ് മീറ്ററിംഗ് ആവാം. ഇനി അത് ഭാവിയിൽ എങ്ങനെ മാറ്റം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പല സംസ്ഥാനങ്ങളും അവരുടെ RPOs മീറ്റ് ചെയ്തിട്ടില്ല. കേരളത്തിനെ പോലുള്ള സംസ്ഥാനങ്ങൾ പലവരും അതിന്റെ RPO ഇപ്പോഴും മീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ RPO മീറ്റ് ചെയ്യാൻ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് ഈ നെറ്റ് മീറ്ററിംഗ് എടുത്ത് കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സിന് അത്തരത്തിലുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യവും അതിന്റെ ഒരു വയബിലിറ്റിയും കുറയും. സ്വാഭാവികമായിട്ടും അതിന്റെ ഈ പെനട്രേഷൻ കുറയും. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് അത്ര എളുപ്പത്തിൽ നെറ്റ് മീറ്ററിംഗ് 10 കിലോവാട്ടിലേക്ക് ചുരുക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പത്തിൽ പോസിബിൾ ആവില്ല. അതിനെ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ എന്തായാലും നിലവിൽ 500 കിലോവാട്ട് വരെയാണ് നെറ്റ് മീറ്ററിംഗ് ഉള്ളത് CERCയുടെ റെഗുലേഷൻ പ്രകാരം. ഗുഡ് ഈവനിങ്.
സാറേ നമസ്കാരം, ഞാൻ ഹലോ. പേര് കണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു നേരത്തെ. അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു കിണ്ണൻ സാറേ. അരുൺ സാറ് വളരെ ബെറ്റർ ആയിട്ട് അത് പ്രസന്റ് ചെയ്തു. നമുക്ക് കുഞ്ഞു കുഞ്ഞു സംശയങ്ങളേ ഉള്ളൂ. നമ്മള് ഈ പ്രായം കുറവായത് കാരണമേ ഒത്തിരി സംശയങ്ങൾ വരും. പറഞ്ഞോളൂ സാറേ. അതിലൊന്ന് മറ്റേ അരുണ, നമ്മുടെ UV OV നമ്മളൊക്കെ ഈ സെറ്റ് ചെയ്യുന്ന ഇത്ര ആക്യുറസിയില് അത് ഡിജിറ്റൽ പ്രോഗ്രാമിംഗ് ആണോ? അതെ അതെ അതെ. അത് ഓൾമോസ്റ്റ് നമ്മൾ ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു 0.5 അല്ലെങ്കിൽ മാക്സിമം 1 വോൾട്ട് അതിന്റെ ഡിഫറൻസിലാണ് അത് വോൾട്ടേജിന്റെ കേസിൽ മാറുന്നത്. അതായത് ഇപ്പോൾ 192 എന്ന് പറയുമ്പോൾ 191 ആവുന്ന സമയത്ത് പലപ്പോഴും അത് ഡിജിറ്റൽ ആവുന്ന സമയത്ത് നമുക്ക് 0.5 0.8 വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 192 എന്ന് പറയുന്നത് ഒരു 191.2 അല്ലെങ്കിൽ 191.3 ഇതിലൊക്കെ എത്തുമ്പോഴത്തേക്കും അത് ഡിസ്കണക്ട് ആവും. ഇത് വോൾട്ടേജിന്റെ കേസിൽ. ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ 47.5 എന്ന് പറയുന്നത് 47.6 എത്തുന്നതിന് മുമ്പ് തന്നെ 47.4 എത്തുന്നതിന് മുമ്പ് തന്നെ ഡിസ്കണക്ട് ആവാറുണ്ട്. അത് ഈ ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റിൽ നമുക്ക് അത് കിട്ടാറുണ്ട്. അത് ഓക്കെ, അത് മനസ്സിലായി. അന്നേരം പറയുന്ന ഇതാണ് മിനിമം ടോളറൻസ് തന്നെ അതിനകത്ത്, നോ പ്രോബ്ലം. അതെ അതെ അതെ, അത്രയും. ഓക്കെ, ഇനി അടുത്ത ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ഒന്ന് നോട്ട് ചെയ്തതാണ്. നമ്മൾ ഇപ്പോൾ ഒരു മാനുവൽ ഓപ്പറേറ്റിംഗ് സ്വിച്ച് നമ്മളിപ്പോൾ ഏതായാലും അവർ KSEB അവർ ലോക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ബോക്സ് ഉണ്ടാക്കി പോസ്റ്റിലോ അല്ലെങ്കിൽ അവർക്ക് വിത്തൗട്ട് എനി ഒബ്സ്ട്രക്ഷൻ ദേ ഹാവ് ടു സ്വിച്ച് ഓഫ് without the knowledge of consumer or with the knowledge of whatever it is. It has to be അത് വളരെ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഒരു റെഗുലേഷൻ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് ഇത് അവർ ഏത് ടൈപ്പാണ്. ഇപ്പൊ ഫ്യൂസ് വെച്ച് കഴിഞ്ഞാൽ അരുൺ അത് പറഞ്ഞ മാതിരി അത് പ്രോബ്ലം ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ലോഡ് വരികയാണെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്ത് പോവും. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതല്ലാത്ത ടൈപ്പ് നമുക്ക് ഇപ്പൊ MCB ടൈപ്പ് ഐസൊലേറ്റർ കിട്ടും, അതിനും റേറ്റിംഗ് ഉണ്ട്. അന്നേരം അതും നടക്കത്തില്ല. പിന്നെ ഏത് സ്റ്റാൻഡേർഡാണ് അവിടെ ഉപയോഗിക്കുന്നത്? പൊതുവെ നമ്മൾ അവിടെ ആയിരുന്നു പൊതുവെ അവിടെ നമ്മള് ഈ DP സ്വിച്ച് അല്ലെങ്കിൽ TPN സ്വിച്ചസ് ഇല്ലേ, അത് തന്നെയാണ് അവിടുത്തെ ഇപ്പൊ നിലവിൽ പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിലവിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ. നമുക്ക് ആ ഐസൊലേഷൻ വിസിബിൾ ആയിരിക്കണം. അതല്ലെങ്കിൽ ഫ്യൂസ് ആവാം. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് പക്ഷെ നമുക്കത് അതിന്റെ ഫ്യൂസിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ കറണ്ട് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന രീതിയിലല്ല അത് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതിന്റെ റേറ്റിംഗ് കൂട്ടിയിടേണ്ടി വരും. പക്ഷെ ഇവിടെ നിലവിലുള്ള ഒരു പുതിയ ഡെവലപ്മെന്റ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിലവില് പുതിയ ഇൻസ്പെക്ടറേറ്റിന്റെ ആണെന്ന് തോന്നുന്നു പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്, ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് MCB ടൈപ്പ് ഐസൊലേഷൻ സ്വിച്ച് ആണെങ്കിലും അതോടെ ഉപയോഗിക്കാം എന്നുള്ളൊരു പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പൊ KCBയെ സംബന്ധിച്ച് അവർ ഓരോ ഫീൽഡ് ഓഫീസേഴ്സും എങ്ങനെ വരുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ നിലവിലുള്ള സർക്കുലർ പ്രകാരം, അപ്ഡേഷൻ പ്രകാരം MCB ടൈപ്പും ഉപയോഗിക്കാം എന്നുള്ളത് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെ സ്വിച്ചസ്. അതിനെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ അസംപ്ഷൻ ചെയ്യാം. ഇതിപ്പോ 20 ആംപിയർ ഒരു ലൈൻ മറ്റേ ഇത് കറണ്ടിന്റെ ഒരു റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മളൊരു 40 ആംപിയറിന്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നില്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് അത് അരുൺ പറഞ്ഞ മാതിരി തന്നെ ഒരു 3 ഫേസ് സിസ്റ്റത്തില് ഒരു സിംഗിൾ ഫേസ് നമ്മളൊരു 5 കിലോവാട്ട് വെക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു അൺബാലൻസിംഗിലേക്ക് പോകത്തില്ലേ സാറേ? തീർച്ചയായിട്ടും വരും. ഞാനത് പറഞ്ഞല്ലോ, അത് നമ്മളൊരു ഡിസ്കോംസിന്റെ അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അത് ഭാവിയിൽ എന്ന് പറയുമ്പോൾ നിയർ ഫ്യൂച്ചറിൽ ഒരുപാട് കാലത്തിലൊന്നും പോകേണ്ടി വരില്ല, അതൊരു ഇഷ്യൂ ആയിട്ട് വരും. ഈ അൺബാലൻസിങ് നിലവിൽ അൺബാലൻസിങ് ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതുകൂടെ നിലവിലുള്ള ഇഷ്യൂസിന്റെ കൂടെ ഇതും ഒരു ഇഷ്യൂ ആയിട്ട് അധികം വൈകാതെ തന്നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പല ഭാഗത്തും KCB നമുക്കറിയാം, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ്, പല ഭാഗത്തും KCB ഇത് പറ്റില്ല, അതായത് 3 ഫേസിൽ സിംഗിൾ ഫേസ് വെക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടുകൾ ചില സ്ഥലങ്ങളിൽ എടുക്കുന്നുണ്ട്. അതൊരു പരിധി വരെ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, റെഗുലേഷനിൽ അത്തരത്തിലൊരു ഇന്റർപ്രിറ്റേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഐദർ അത് KCB ഒരു ഗൈഡ് ലൈൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിട്ടോ ഇറക്കാത്തിടത്തോളോ, അതല്ലെങ്കിൽ ഈ KCRC ഇതിനെ അമെൻഡ് ചെയ്യാത്തിടത്തോളം അവർക്ക് അത് മാൻഡേറ്ററി ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് അവർക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം,
ഈവൻ ഒരു ഫോർ ദ സേക്ക് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് ഈ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെങ്കിൽ അതിന് പറയാം. എങ്ങനെ നമ്മൾ ഈ രജിസ്ട്രേഷൻസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അവർക്ക് അതിനൊരു ഒരു സാധാരണ രീതിയിൽ നമുക്ക് അറിയിക്കാം. അതായത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങളത് സിംഗിൾ ഫേസിന് പകരം 3 ഫേസ് സിസ്റ്റം തന്നെ വെക്കണം എന്നുള്ള കാര്യം പറയാം. പക്ഷെ ഇതിന്റെ പ്രശ്നം പലപ്പോഴും മറ്റു തരത്തിലാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതും ഇഷ്യൂസ് വരുന്നത്. അപ്പൊ ഞാൻ ഒരു യൂട്ടിലിറ്റിയുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു ബെസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, യൂട്ടിലിറ്റി പോട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു ബെസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 3 ഫേസ് ആണെങ്കിൽ അത് 3 ഫേസ് സിസ്റ്റം കൊടുക്കുക എന്ന് പറയുന്നതാണ്. അത് തന്നെയാണ് ഇതിന്റെ പ്രൊഫഷണൽ സിസ്റ്റമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ അതിനകത്ത് വേറൊരു പ്രോബ്ലം വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്ക്കോ ഒരു എയ്ച്ചിക്കോ അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ അതിനകത്ത് എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ ഒരു ഇന്റഗ്രേറ്റർ ഇത് ചെയ്തിട്ടായിരിക്കും ഒരു 5 കിലോ വാട്ടിന്റെ ഒരു ഇൻവെർട്ടർ മേടിച്ചിട്ട് ഇവർ ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വന്നില്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് മേടിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇൻസ്പെക്ഷന് ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഇന്റഗ്രേറ്റേഴ്സിന് അതൊരു ബ്ലോ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും സാറേ, ഞാനതാ പറഞ്ഞ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സിസ്റ്റമൊക്കെ വെച്ചതിന് ശേഷം നമ്മളത് ഫൈനൽ ഇൻസ്പെക്ഷന് ചെല്ലുമ്പോഴാണ് ഇവർ ഈ കാര്യം പറയുന്നതും ഈ ഇഷ്യൂസ് ഉണ്ടാകുന്നതും. അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങനെ റെഗുലേഷൻ ഇല്ലാത്തടത്തോളം കാലം അവർക്ക് അതിനെ എന്താ പറയാ ഓവർറൂൾ ചെയ്യാൻ പറ്റില്ല, അത് പാടില്ല. അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് അത് എന്താ പറയാ ഈ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുതല്ലോ ആളുകളെ. പല ഇൻസ്റ്റാളേഴ്സ് അല്ലെങ്കിൽ പല ഡെവലപ്പേഴ്സും കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ അവരോടൊപ്പം ഇത് ഈ ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷന് മുമ്പ് ഈ കാര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും അത് അവര് ഇത് ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ, ചെറിയ വ്യത്യാസമുള്ളതല്ല, പക്ഷെ പലപ്പോഴും അത് ഭാവിയിൽ വരാവുന്ന ഇത്തരം ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലവരും ഇത് ചെയ്യും. പക്ഷെ ഇത് രണ്ടും ചെയ്യാതെ അവസാനം ഇൻസ്പെക്ഷൻ കഴിയുന്ന സമയത്ത് പറയുന്ന സാഹചര്യം നിലവിലുണ്ട്, അത് വാസ്തവമാണ്. അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സാറേ, ഞാനിപ്പം ഒരു 100 കിലോ വാട്ടിന്റെ കോൺട്രാക്ട് ഡിമാൻഡ് റിന്യൂ ചെയ്യാനായിട്ട് അതിൽ നിന്ന് ഇപ്പം നിലവിൽ 100 kVയുടെ കോൺട്രാക്ട് ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അവര് 50 കിലോ വാട്ട് സോളാർ വെച്ചിട്ട് അത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് 50 kVA ആക്കാം എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. എന്താണെന്ന് പറഞ്ഞാൽ സോളാറിന്റെ KVA മറ്റേ കോൺട്രാക്ട് ഡിമാൻഡിനേക്കാൾ കുറവായിരിക്കണമെന്ന് പറഞ്ഞു. അന്നേരം സാറത് ഓർത്തുകൊണ്ട് തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 kVA നിലവിലുള്ള ഒരു കോൺട്രാക്ട് ഡിമാൻഡ് മനസ്സിലായല്ലോ? മനസ്സിലായോ സാറേ? ഓഡിയബിൾ ആണോ? അന്നേരം അയാള് 50 കിലോ വാട്ട് KVA അല്ല 50 കിലോ വാട്ട് സോളാർ വെച്ചിട്ട് കോൺട്രാക്ട് ഡിമാൻഡ് കുറയ്ക്കാനായിട്ട് 50 kVA കോൺട്രാക്ട് ഡിമാൻഡ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടന്നു പോകും. നിയർലി 50% പുള്ളിക്ക് മറ്റേ ബില്ലിങ്ങിൽ സേവ് ചെയ്യുകയും ചെയ്യാം. ചെയ്തു കഴിഞ്ഞപ്പോൾ സർക്കിൾ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞു കോൺട്രാക്ട് ഡിമാൻഡ് എപ്പോഴും സോളാറിന്റെ KVAക്ക് മുകളിലായിരിക്കണം. ശരി, ഓക്കെ. അത് റിയലൈസ് ആണോ സാറേ? അതായത് ചോദ്യം ഇങ്ങനെയാണ്, നമ്മൾ 100 kVA ആയിരുന്നു കോൺട്രാക്ട് ഡിമാൻഡ്, 50 കിലോ വാട്ട് സിസ്റ്റം വെച്ചു. അത് 50 കിലോ വാട്ടിലേക്ക് കോൺട്രാക്ട് ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു 50 കിലോ വാട്ടിലേക്ക് കുറയ്ക്കാൻ പറ്റില്ല, പകരം നമ്മുടെ സാറേ അത് KVAയും KW ആയിട്ടോ മാറല്ലേ സാറേ? അതെ, അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വരും. അത് 0.9 ആണ് പൊതുവെ KSEB എടുക്കാറുള്ളത്. 0.9 അത് തന്നെ 0.9 ആയിട്ടാണ് അവര് ഡിവൈഡ് ചെയ്യുന്നത്. അതെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈവൻ അത്തരത്തിലൊരു കോൺട്രാക്ട് ഡിമാൻഡ് കുറയ്ക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. ഇല്ല, കോൺട്രാക്ട് ഡിമാൻഡ് അവർ കുറച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ കോൺട്രാക്ട് ഡിമാൻഡ് മസ്റ്റ് ബി എബവ് ഇൻസ്റ്റാൾഡ് സോളാർ KVA. ശരിയാണ്. അപ്പൊ 50 കിലോ വാട്ട് വെച്ചാൽ അത് ഒരു 55 kVA എങ്കിലും മിനിമം വേണം എന്നുള്ളത് നമുക്ക് വിചാരിക്കുന്നു, അല്ലെ? അതെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല, ഞാൻ ചോദിക്കുന്നത് അവര് അങ്ങനെ കുറച്ച് തരാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ച് തരും. നമ്മൾ ഇപ്പം എഗ്രിമെന്റ് അത് പ്രോസസ്സിലാണ്.
അതെയോ? അതെ. ഓക്കെ ശരി. ഓക്കെ. Sir, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇറ്റ്സ് അബൌട്ട് ദ സബ്സിഡി സ്കീം വാട്ട് ഈസ് ടു ബി അനൗൺസ്ഡ് ബൈ ദ MNRI. സാർ MNRI ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് കേരളത്തില് നമ്മുടെ ഡിസ്കോമായ KECBയുടെയും പിന്നെ അനട്ടിന്റെയും 40% സബ്സിഡി സ്കീംസ് ഇപ്പൊ പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എംപാനൽഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസ് മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്തു വരുന്നത്. ഞാൻ MNRIയിലേക്ക് ഡയറക്റ്റ് ഒരു മെയിൽ അയച്ചിരുന്നു. മെയിൽ അയച്ചപ്പോൾ അവര് പറഞ്ഞത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന പോർട്ടൽ വന്നതിന് ശേഷം മറ്റ് കമ്പനീസിനും, അതായത് ഇപ്പം ഞാൻ എംപാനൽഡ് അല്ല, ഓണസ്റ്റി ടെല്ലിംഗ്, ഐ ആം റണ്ണിങ് എ കമ്പനി ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ എൻ്റെ കമ്പനിക്ക് ഇത് ചെയ്യണമെങ്കിൽ ഈ പോർട്ടൽ നിലവിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് ശേഷം അനട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ഈ വിവരം ഞാൻ ഒന്നുകൂടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ MNRI എന്ന് പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ വീണ്ടും ഒരു എംപാനൽമെന്റ് പ്രോസസ്സ് ഉണ്ടാകും. ആ എംപാനൽമെന്റ് പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എംപാനൽ ചെയ്യപ്പെടുന്ന കമ്പനികൾക്ക് MNRIയുടെ സബ്സിഡി സ്കീമിലുള്ള സോളാർ പവർ പ്ലാന്റ്, ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകൂ എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് ക്വൈറ്റ് കൺഫ്യൂസിങ്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ അവിടെ നേരിട്ട് ചോദിച്ചപ്പോൾ കിട്ടിയ റിപ്ലൈ ഒന്നാണ്, അനേട്ടിൽ ചോദിച്ചപ്പോൾ കിട്ടിയ റിപ്ലൈ ഒന്നാണ്. പിന്നെ KECBയിൽ നിന്ന് ടെസ്റ്റിങ്ങിന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ 2-3 ടെസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ സൈറ്റുകളുടെ. അവിടെ ടെസ്റ്റിന് വന്ന AXE ഉണ്ടായിരുന്നു, AE ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയ അഭിപ്രായങ്ങളും ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇനി ഞാൻ പോകാം. ഒരു ഫോൺ കോൾ ഞാൻ തന്നെ നേരിട്ട് ഒരു KECBയുടെ അല്ല, സൗര പദ്ധതിയുടെ ഒരു കോർഡിനേറ്ററെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇതൊന്നും സംഭവിക്കാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞത് KECB ഈ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി MNRIക്ക് നേരിട്ടൊരു നിവേദനമോ റിക്വസ്റ്റോ കൊടുത്തു. അതുകൊണ്ട് കേരളത്തിൽ എംപാനൽ ചെയ്തിരിക്കുന്ന കമ്പനികളെ കൊണ്ട് മാത്രമേ MNRIയുടെ പ്രൊജക്റ്റുകളും ചെയ്യിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ റിക്വസ്റ്റ് ഓഫ് KECB. ഇതിലെന്തെങ്കിലും സാറിന് അഡ്വൈസ് തരാനുണ്ടോ? ചോദ്യം നീണ്ടുപോയി എന്നറിയാം, എങ്കിലും റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. ഇതില് ഒരു MNRI സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ മെമ്മോറാണ്ടം ഇൻ February 19 ഐ തിങ്ക്, യെസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ജനുവരി 21-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. പവർ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് 21-ലാണ്, ജനുവരി 21-ലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 2-ാം തീയതി, ഫെബ്രുവരി 2-ാം തീയതി ഒരു ഓഫീസ് മെമ്മോറാണ്ടം MNRI പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് കിട്ടും. നിങ്ങളത് MNRIയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഡോക്യുമെന്റ് ഇതാണ്, ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അതാണ്. അതിപ്പോ ഈവൻ ഏത് ഡിസ്കോംസിന്റെ കാര്യത്തിലായാലും സ്റ്റേറ്റ് നോഡൽ ഏജൻസീസിന്റെ കാര്യത്തിലായാലും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് February 2 ഇറക്കിയിട്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടമാണ്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാഷണൽ പോർട്ടൽ വഴിയാണ്. ആ പോർട്ടൽ വരുന്ന 8 മാസത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പോർട്ടൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർട്ടൽ വഴിയായിരിക്കും എല്ലാ കൺസ്യൂമേഴ്സിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കൺസ്യൂമേഴ്സിന് ഈ നാഷണൽ പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നു. ആ നാഷണൽ പോർട്ടൽ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്ത് പർട്ടിക്കുലർ, അതായത് ഏത് ഡിസ്കോംസ് ആണോ, ഏത് ഡിസ്കോംസിലാണോ ഈ കൺസ്യൂമർ ഉള്ളത്, ആ ഡിസ്കോംസിലേക്ക് അത് റൂട്ട് ചെയ്യും. ആ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്കോംസിന്റെ പോർട്ടൽ അത് റിസീവ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് സെക്ഷൻസിലേക്ക് പോയി അവിടുത്തെ ഫീസിബിലിറ്റി ഇവർ ഈ ഡിസ്കോംസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഫീസിബിലിറ്റി റിപ്പോർട്ട് ഈ നാഷണൽ പോർട്ടലിലേക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു. അത് ഓക്കെ ആണെങ്കിൽ ഈ നാഷണൽ പോർട്ടൽ വഴി കൺസ്യൂമേഴ്സിന് വീണ്ടും ഇൻഫർമേഷൻ കിട്ടുന്നു, സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തോളാൻ പറഞ്ഞിട്ട്. അത് ആരെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് പ്രൈവറ്റ് ഫേംസിനെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. ഈവൻ അദ്ദേഹത്തിന് നേരിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതായത് അദ്ദേഹം ഒരു ടെക്നിക്കലി ഏബിൾഡ് ആണെങ്കിൽ നേരിട്ട് തന്നെ ഇത്തരം ഇൻസ്റ്റലേഷൻസ് നടത്താം. ശേഷം അപ്പൊ ഇൻസ്റ്റലേഷൻ നടത്തുമ്പോൾ പ്രത്യേകത, ഇൻവെർട്ടറും പാനലും MNRI ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റിലുള്ള പാനലും ഇൻവെർട്ടറും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആ ലിസ്റ്റ് അതിന്റെ സമയത്ത് അവർ പബ്ലിഷ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻവെർട്ടറും വരും, അതിൽ പാനലും വരും. അത് ഉപയോഗിച്ചിട്ട് സിസ്റ്റം ഇൻസ്റ്റലേഷൻസ് നടത്തിയാൽ വീണ്ടും നാഷണൽ പോർട്ടൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അത് വീണ്ടും ഡിസ്കോംസിന് റൂട്ട് ചെയ്യുന്നു, അവരത് ഇൻസ്പെക്ട് ചെയ്യുന്നു. അതിന്റെ റിപ്ലൈ, അതിന്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഈ ഡിസ്കോം ഈ നാഷണൽ പോർട്ടൽ അപ്ലോഡ് ചെയ്യുന്നു. അത് ഓക്കെ ആവുന്നത് പക്ഷം നാഷണൽ പോർട്ടലിൽ ഈ കൺസ്യൂമർ അടിച്ചു കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക്, അതൊന്നില്ലെങ്കിൽ കൺസ്യൂമറിന്റെ ആവാം, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത ഏജൻസിയുടെ ആവാം, ആ അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ കൈമാറുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പൊ നിലവിൽ MNRI പറയുന്ന അല്ലെങ്കിൽ MNRI ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ.
ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് വരാം, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ ചെറിയ ഡീവിയേഷൻസ് ഒക്കെ വന്നുകൂടായികയില്ല. നിലവിലുള്ള അപ്ഡേഷൻ ഇതാണ്. നിലവിൽ അവർ ഡിസൈൻ ചെയ്യുന്നതും ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓഫീസ് നമ്പർ ഉണ്ടോ നിങ്ങൾക്ക് പരിശോധിക്കാം. KCB പാര വയ്ക്കുമോ സാറേ? സാധ്യതയില്ല, സാധ്യതയില്ല. കാരണം ഇത് ചോദിക്കാൻ വന്നൊരു ചോദ്യം. പക്ഷെ സാർ, ഇതിപ്പോ സാർ ഈ പറഞ്ഞ കാര്യം, അരുൺ സാർ ഈ പറഞ്ഞ കാര്യം, ഇതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇതേപോലെ തന്നെ വളരെ വിശദമായ മെയിൽ എന്റെ പേരിൽ തന്നെ എനിക്ക് MNRയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ ആ മെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ മറ്റൊരു ഉദ്യോഗസ്ഥനുമായിട്ട് ചെക്ക് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആ മെയിലൊന്നും പ്രസക്തിയില്ല, അവിടെ ഇനിയിപ്പോ വരാൻ പോകുന്നത് വീണ്ടും ഇവിടെ ഇപ്പൊ KCBയും അനേട്ടും ഒക്കെ എംപാനൽമെന്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പോലെ അതിന് കുറെ പ്രീ ക്വാളിഫിക്കേഷൻസ് അവർ പറഞ്ഞിരിക്കുന്നു. അതുപോലെ വീണ്ടും MNRയുടെ ഒരു പ്രീ ക്വാളിഫൈങ് എംപാനൽമെന്റ് നടക്കും. അതിലൂടെ മാത്രമേ കടന്നു പോകണമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ എന്റെ ഭാഗത്തുനിന്ന് നമുക്കൊക്കെ ജീവിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അനേട്ടിന്റെ എംപാനൽമെന്റ് ചെയ്യിക്കാമെന്നുള്ള ധാരണയിൽ ഞാൻ അവിടെ ചെന്ന് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. നാളെ 28-ാം തീയതി, നാളെയാണ് അതിന്റെ ഫൈനൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം 15-ാം തീയതി ആയിരുന്നു, പിന്നെ അത് 28-ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് സംസാരിച്ചതിന് ശേഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് ഞാനൊരു ഏജൻസിയെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദ ഏജൻസി ഹു ഈസ് ഗോയിങ് ടു ഗിവ് ദ ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ മൈ കമ്പനി. അപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ എഗെയിൻ ദേ ആർ ആസ്കിങ് ഫോർ എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി. അത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അത്രയും എമൗണ്ട് അത് ക്വാളിഫൈ ചെയ്താലും ചെയ്തില്ലെങ്കിലും അത്രയും കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് കമ്മിങ് അറൌണ്ട് 50,000 ടു ഗെറ്റ് ദ എംപാനൽമെന്റ് ഇൻ അനേർട്ട് എന്നുള്ളൊരു സിറ്റുവേഷനിൽ. അപ്പം അങ്ങനെ ഇപ്പൊ 50,000 കൊടുത്ത് എംപാനൽമെന്റ് ചെയ്തിട്ട് ഇപ്പൊ എന്താണ് ഗുണം എന്നുള്ളത് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ മിണ്ടാണ്ടിരുന്നു. ഇറ്റ്സ് എ ഫാക്ട്. അരുൺ സാറേ, അതേ കണക്ക് കണ്ണൻ സാറേ, താങ്ക് യു വെരി മച്ച്. ഞാൻ ലീവ് ചെയ്യുകയാണ്. ഗ്രേറ്റ് സെഷൻ ആയിരുന്നു. ഓക്കെ, എക്സ്പെക്ടിങ് മോർ ഫ്രം യു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു സാറേ. കാണാം, വഴിയെ കാണാം. ഹലോ സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ശ്രീകുമാർ സാറേ, ഞാൻ പറഞ്ഞതിൽ ഞാൻ ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്താം. അതായത് ഒരു നിമിഷം കേട്ടോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു നിമിഷം ഞാൻ പറഞ്ഞൊന്ന് അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും അത് ആ മെയിൽ അയച്ചിട്ടുണ്ടാവുക ഞാൻ തന്നെ ആയിരിക്കും. മെയിൽ എനിക്കാണ് റൂട്ട് ചെയ്യാറുള്ളത് കേരളത്തിന്റെ ഇത്തരത്തിലുള്ള ഗ്രീവൻസ് ഇതൊക്കെ വരുന്നത്. ഈ അനർട്ടില് എംപാനൽ ചെയ്യുന്ന പ്രോസസ് ഡിഫറെന്റ് ആണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ അനർട്ടില് പണ്ട് കാലത്ത് അറിയാലോ, ഈ അനർട്ടായിരുന്നു അതിന്റെ സ്റ്റേറ്റ് നോഡൽ ഏജൻസി. അപ്പൊ അതില് നമ്മൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എംപാനൽമെന്റ് നടത്തുന്നതിന് ക്രിസിൽ റേറ്റിംഗ് ആയിരുന്നു അവർ മെയിൻ ആയിട്ട് നോക്കിയിരുന്നത്. ക്രിസിൽ റേറ്റിംഗ് എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ ഒരു ഏജൻസി ഉണ്ടാവും, ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ നമ്മൾ സമീപിച്ച് അവിടുത്തെ റേറ്റിംഗ് എടുത്ത് ആ റേറ്റിംഗ് നമ്മൾ KSCBയിൽ അല്ല അനർട്ടിൽ കൊടുത്താൽ അനർട്ട് അത് എംപാനൽ ചെയ്യും. അത് അനർട്ടിന്റെ എംപാനൽമെന്റ് ആണ്. അനർട്ട് പണ്ട് കാലത്ത് വന്നിരുന്ന അല്ലെങ്കിൽ ചെയ്തു പോന്നിരുന്ന അതേ രീതിയിലാണ് ഇപ്പോഴും ഉള്ളത്. അനർട്ടിന്റെ എംപാനൽമെന്റ് ആണ്. അതിന് നമുക്ക് ഏകദേശം 30,000 രൂപയോളം അല്ലെങ്കിൽ 30,000-അടുത്താണ് ഈ ക്രിസിൽ റേറ്റിംഗ് എടുക്കാൻ വേണ്ടത്. പ്ലസ് 20,000-അടുത്ത് നമുക്ക് അനർട്ടിലേക്ക് പൈസ അടക്കേണ്ടതായിട്ടുണ്ട്. ടോട്ടലി ഒരു 60-അടുത്ത് നമുക്ക് എക്സ്പെൻസ് പ്രതീക്ഷിക്കണം. അത് അവർ പറഞ്ഞത് യഥാർത്ഥമാണ്. അങ്ങനെ ചെയ്താൽ നിലവിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു 25 മെഗാവാട്ട് അനർട്ടിന് ഇപ്പൊ നിലവിൽ ഈ സൗര പ്രോഗ്രാം തന്നെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷെ നമുക്ക് അതിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ പ്രോഗ്രാമിൽ അനർട്ടിന് ടേക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അനർട്ടിൽ എംപാനൽഡ് ഏജൻസീസിന് പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, നിലവില് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ടെൻഡറുകൾ വിളിക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ചുമതല അനർട്ടിനാണ്. ആ പ്രോഗ്രാമുകളിൽ ഇത്തരത്തിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തത്, ഒരു പക്ഷേ അനർട്ടിന് നേരിട്ടിട്ട് അലോക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് അറിയില്ല. അതിനുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ പോയിട്ടുണ്ട്, പക്ഷെ സാങ്ഷൻ ആയിട്ടില്ല അതുവരെ. ഒരു പക്ഷേ വീണ്ടും അലോക്കേഷൻസ് വരാം. അപ്പോഴും നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസിൽ പങ്കെടുക്കാം. ഇതാണ് ഈ 60,000 രൂപ കൊടുത്ത് ഇപ്പൊ താങ്കൾ സംസാരിച്ച ആ ഒരു എംപാനൽമെന്റ് പ്രോസസ്സിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് അതാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ന്യൂ മെക്കാനിസം വിച്ച് ഇസ് ഡിസൈൻഡ് ഓർ പ്രൊപ്പോസ്ഡ് ബൈ ദി MNRE. അത് വേറെ പ്രോഗ്രാം ആണ്. അത് യഥാർത്ഥത്തിൽ അതിന്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയാണ്. ഓക്കെ സർ, ക്ലിയർ ആണ്. ഓക്കെ, ലെറ്റ് us hope for the best. ഹലോ സാർ, പറഞ്ഞു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കണ്ണൻ സാറിനോ അരുൺ സാറിനോ നന്ദി പറയാണ്. എനിക്കുള്ളൊരു ഡൗട്ട് സാറേ, ഒരു വ്യക്തിക്ക് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ട്, അതിൽ അദ്ദേഹത്തിന് ഒരു 5 ഷോപ്പ് ഉണ്ട് ഡിഫറെന്റ് കൺസ്യൂമർ നമ്പറിലെ. ഒരു 5 കിലോവാട്ട് വെച്ചിട്ടുള്ള ഒരു 5 ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 25 കിലോവാട്ട് അവിടെ ചെയ്യാൻ പറ്റുമോ സാർ? ഒന്നും കൂടെ ചോദ്യം പറയും. ഒരു വ്യക്തിക്ക് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് അദ്ദേഹത്തിന്റെ ആണ്, അദ്ദേഹത്തിന് അവിടെ ഒരു 5 ഷോപ്പ് ഉണ്ട് ഡിഫറെന്റ് കൺസ്യൂമർ നമ്പറിലെ. ഹലോ, ഡിഫറെന്റ് കൺസ്യൂമർ നമ്പർ ആണോ അതോ പേരാണോ? അല്ല, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്, ഡിഫറെന്റ് മീറ്ററിംഗ് ആണ്. 5 ഷോപ്പിനും വേറെ ഇൻഡിവിജ്വൽ മീറ്ററിംഗ് ആണ്.
ഓക്കെ. അപ്പോൾ നമുക്ക് 5 കിലോ വാട്ട് ആണ് ഓരോ ഷോപ്പിന്റെ. അപ്പൊ നമുക്ക് 25 കിലോ വാട്ട് അവിടെ ചെയ്യാൻ പറ്റുമോന്ന്? പറ്റും. 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 പറ്റും അല്ലേ? ആ. അതുപോലെ സാറേ നമുക്ക് അതൊരു ടെക്നിക്കൽ ഡൗട്ട് ആണ്. സാറ് പറഞ്ഞു എക്സാക്ട്ലി സിങ്കർണൈസ് ചെയ്യാണ് നമ്മള് ഇൻവെർട്ടറും ഗ്രിഡും തമ്മില്. ആ. അപ്പൊ എങ്ങനെയാണ് സാർ അപ്പൊ നമ്മള് ഇൻഫിനിറ്റി സോഴ്സ് ആയാലും ഗ്രിഡിലേക്ക് എക്സ്പോർട്ടിങ് നടക്കുന്നത് ശരിക്കും? അത് വല്ല ഫേസ് ആംഗിളിന്റെ ഡിഫറൻസിലാണോ? അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ ആ. തിയറി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ആ. നമ്മളിപ്പോ സംസാരിക്കുന്ന അത്രയും ഈസി ആയിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു മോഡലല്ല അതിന്റെ ആ. ഒരു ആ. സിങ്ക്രണൈസേഷൻ നടക്കുന്നതും ആന്റി അലിൻഡിങ് അതിൽ വർക്ക് ചെയ്യുന്നതും അത് ഡിഫറെന്റ് ഓക്കെ ആണ്. ഓക്കെ സാധാരണ ഒരു പവർ ഫ്ലോ അല്ല അവിടെ. മീൻ ഓക്കെ നമ്മൾ നോർമലി കാണുന്ന വോൾട്ടേജ് ഡിഫറൻസ് വരുമ്പോൾ പോകുന്നു ആ ഒരു കോൺസെപ്റ്റ് അല്ല അവിടെ. ഇത് വേറെ പവർ ഫ്ലോ ഇക്വേഷൻസ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ സാധാരണ രീതിയിലല്ല വരുന്നത്. നിങ്ങൾക്കത് ആ. നമുക്ക് ഇത്ര ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷെ എനിക്കത് കൂടുതലായിട്ട് പറഞ്ഞു തരാനും ഇല്ല പറ്റുന്നുണ്ടാവും. കുഴപ്പമില്ല ആ, സാറേ. അപ്പൊ ഞാൻ അത് എന്തെന്ന് വെച്ചാലേ ഞാൻ ഇവിടെ CBIP-ല് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ തെക്കീര ഒരു ക്ലാസ്സിൽ അവിടെ പറഞ്ഞു ഫേസ് ആംഗിൾ വെച്ചിട്ടാണ് ഒരു ലീഡിങ് ഫേസ് ആംഗിൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഒരുപാട് ഇപ്പോൾ കണ്ണൻ സാറിന്റെ തന്നെ പലരും എടുത്ത ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് ഒരു വോൾട്ടേജ് ഡിഫറൻസ് വെച്ചിട്ടാണ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. പല അപ്പൊ അങ്ങനെ ഒരു മെത്തേഡുകളുണ്ട്. പല മെത്തേഡുകളുണ്ട് അതില്. പല മെത്തേഡുകളുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ, ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ വോൾട്ടേജ് ഒരു സ്ഥലത്ത് കൂടി മറ്റേ സ്ഥലത്ത് കുറഞ്ഞാൽ മാത്രമാണ് പവർ ഫ്ലോ നടക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ല അതിൽ വരുന്നത്. അതെ 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 ഡിഫറെന്റ് അതെ ആണ് കേട്ടോ. അതെ. അത്രയും ഓക്കെ മനസ്സിലാക്കും ഇപ്പൊ തൽക്കാലം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. ഗുഡ് ഈവനിങ് സർ. പറഞ്ഞോളൂ. സർ, വീലിംഗിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമായിരുന്നു. വീലിംഗിൽ യഥാർത്ഥത്തിൽ പെർ മന്ത് എക്സ്പോർട്ട്, ക്യുമുലേറ്റീവ് എക്സ്പോർട്ട് 500 യൂണിറ്റ്സിന്റെ മേലെ വേണ്ടതുണ്ടോ സാറേ? നിലവിലില്ല. അത് പഴയ റെഗുലേഷനിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഇപ്പോഴത്തെ റെഗുലേഷനിൽ അത് പറയുന്നില്ല. ഇപ്പൊ നമുക്ക് എത്രയാണെങ്കിലും ഒരു യൂണിറ്റ് ആണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അതുപോലെ സാർ നേരത്തെ പറഞ്ഞില്ലേ വിസിബിൾ ഐസൊലേറ്റർ, മാനുവൽ ഐസൊലേറ്റർ വേണമെന്നുള്ള കേസ് ഇവിടെ ആ ഒരു റെഗുലേഷൻ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 3ഓളം സൈറ്റില് അല്ലാതെയുള്ള ഐസൊലേറ്റേഴ്സാണ് വെച്ചത്. നമ്മുടെ ICDP സ്വിച്ച് ഒന്നും അല്ല വെച്ചത്. പക്ഷെ KCB അത് അപ്രൂവ് ചെയ്തു വിട്ടായിരുന്നു. മുന്നേ ചെയ്തതിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിച്ച് നമുക്ക് കാണത്തക്ക മെക്കാനിക്കൽ ഡിവൈസ് തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ളതിൽ അങ്ങനെ പറയുന്നില്ല. സാർ പറഞ്ഞത് കറക്റ്റിന് നമുക്ക് തിരുവനന്തപുരത്തൊന്നും ഇപ്പോൾ അതങ്ങനെ അവർ വലിയ കടപ്പെടുത്തൊന്നുമില്ല. മറ്റേ സ്വിച്ച് വെച്ചാലും മതി, അവർ പാസ്സാക്കി വിടുന്നുണ്ട്. ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്, അതിന്റെ ബേസിലാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. പറയൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ KSCB-യില് അവരുടെ സാങ്ഷനിങ്ങും അതുപോലുള്ള മറ്റുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ ഈ പുതിയ കോഡ് എന്തെങ്കിലും ടൈം ലിമിറ്റ് പറയുന്നുണ്ടോ? അത് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ അവർ തരണമെന്നോ അങ്ങനെ എന്തെങ്കിലും വ്യവസ്ഥകളുണ്ടോ? പറയുന്നുണ്ട്, റെഗുലേഷനിൽ പറയുന്നുണ്ട്. അത് ഫീസിബിലിറ്റി ആണെങ്കിൽ 20 ദിവസമാണ് ഫീസിബിലിറ്റി. രജിസ്ട്രേഷൻ 1 മാസം, ഒരു വർഷം വരെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം. നമ്മൾ അതിനുശേഷം ഇൻസ്പെക്ടറേറ്റിലേക്ക് പോകുമ്പോൾ 7 ദിവസമാണ് ഇൻസ്പെക്ടറേറ്റിലുള്ള വിസിറ്റിങ്ങിന് പറയുന്നത്. അങ്ങനെ 7 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ KSCB എന്നുള്ള ഇൻസ്പെക്ഷൻ വരണം. തിരിച്ച് അങ്ങനെ ആ ഡെഫിനേഷൻ പറയുന്നുണ്ട്, അതിൽ സമയം പറയുന്നുണ്ട്. അതുപോലെ സാറ് ഈ 10 കിലോവാട്ടിനും 30 കിലോവാട്ടിനും ഇടയ്ക്ക് ഒരു എക്സ്ട്രാ ഇത് പറഞ്ഞിരുന്നു. അതുപോലെ 30 കിലോവാട്ടിന് മേലെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞിരുന്നു. ആ 10നും 30നും ഇടയ്ക്കുള്ള അതൊന്ന് സ്പെസിഫിക് ആയിട്ട് ഒന്നുകൂടി പറയൂ. അതായത് 10നും 30നും ഇടയിലാണെങ്കിൽ ഇപ്പൊ 10 കിലോവാട്ട് വരെ നമ്മൾ സിസ്റ്റം വെക്കുമ്പോൾ അവിടെ നമ്മൾ ആകെ വരുന്ന ഇൻസ്പെക്ഷൻ അതോറിറ്റി എന്ന് പറയുന്നത് KCB മാത്രമാണ്. മറിച്ച് 10നും 30നും ഇടയിലാണെങ്കിൽ അവിടെ നമ്മൾ ആദ്യം സിസ്റ്റം ഇൻസ്റ്റാളേഷൻസ് ഒക്കെ നടത്തി അതൊക്കെ പ്രോപ്പർ ആയതിനു ശേഷം നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് ഇൻസ്പെക്ടറേറ്റിനെയാണ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. ആ ഇൻസ്പെക്ഷൻ നടന്നിട്ട് എനർജൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതും ചേർത്താണ് KCB-യിലേക്ക് നമ്മൾ ഫൈനൽ ഇൻസ്പെക്ഷന് വേണ്ടി പോകുന്നത്. എന്നാൽ 10 കിലോവാട്ട് വരെ ഇതൊന്നും ഇല്ല, നേരിട്ടിട്ട് നമുക്ക് KCB-നെ സമീപിക്കാം. അതിന് നമുക്കൊരു B ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് ഉള്ള കോൺട്രാക്ടറുടെ സൈൻ മതി. മറിച്ച് മറ്റേതാണെങ്കിൽ നമ്മൾ ഇൻസ്പെക്ടറേറ്റിന്റെ സാങ്ഷൻ എനർജൈസേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഫോർ 10 to 30 കിലോവാട്ട്. ഇനി 30 കിലോവാട്ടിന്റെ മുകളിലാണെങ്കിൽ അതായത് സ്കീം അപ്രൂവലും കൂടെ വേണം. സ്കീം അപ്രൂവൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മൾ സ്കീം ഇൻസ്പെക്ടറേറ്റിൽ സമർപ്പിച്ച് ആ സ്കീം അപ്രൂവലും കൂടെ ചേർത്താണ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ നടത്തുന്നതിന് മുമ്പ് നമ്മൾ സിസ്റ്റം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് KCB-യിൽ പോകുന്നത്.
അതിനുശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ നടത്തുന്നു. വീണ്ടും നമ്മൾ ഇൻസ്പെക്ടറേറ്റിനെ ആദ്യം സമീപിക്കുന്നു. നമ്മൾ അവിടുന്ന് എനർജൈസേഷൻ മേടിക്കുന്നു. KCBയിൽ ഫൈനൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. ഈ ഡിഫറൻസ് ആണ് നമ്മുടെ പ്രൊസീജിയേഴ്സിൽ വരിക. അപ്പൊ ഈ 10-നും 30-നും ഇടയ്ക്ക് A ക്ലാസ് ഇത് തന്നെ വേണമെന്നുണ്ടോ? പറയുന്നില്ല, B ക്ലാസ് മതി. ഓക്കെ, സാറേ ഓഡിബിൾ ആണോ? പറഞ്ഞോളൂ. സാറേ എൻ്റെ പേര് ഷഫീർ എന്നാണ്. എനിക്ക് അറിയാനുള്ളത്, ഇപ്പോ നിലവില് TOD ബില്ലിംഗ് സിസ്റ്റം ആണ് ഒരു കസ്റ്റമർക്കുള്ളത്. ആ കസ്റ്റമർക്ക് നെറ്റ് മീറ്ററിങ് എങ്ങനെയായിരിക്കും? TOD രീതിയിൽ തന്നെ ആയിരിക്കും? TOD ബില്ലിലായിരിക്കും. TOD ആണെങ്കിൽ അവിടെ സംഭവിക്കുക, നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്യുന്നത്, ആദ്യം സെറ്റ് ഓഫ് ചെയ്യുന്നത് നോർമൽ ടൈം പീരീഡിലായിരിക്കും. അതായത് ഫ്രം മോർണിംഗ് 6 to ഈവനിങ് 6, അതാണ് ആദ്യം സെറ്റ് ഓഫ് ചെയ്യുന്നത്. അതിനുശേഷം കൺസിഡർ ചെയ്യുന്നത് പീക്ക് എന്ന് പറഞ്ഞാൽ 6 to 10. ഈ 6 to 10 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ സംഭവിക്കുക, സോളാറിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിന്റെ 80% മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ അവിടെ കൺസിഡർ ചെയ്യൂ. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ നോർമൽ പീരീഡിൽ സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒരു 100 യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. 100 യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ 100 യൂണിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ 100 യൂണിറ്റ് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉപയോഗിച്ചതെന്ന് വിചാരിക്കുക. ഏതില് 6 to 10 നമ്മൾ ഉപയോഗിച്ചത് 100 യൂണിറ്റ് തന്നെയാണ്. നമ്മുടെ കയ്യിൽ 100 യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. എന്നിരുന്നാൽ പോലും ഈ 100 യൂണിറ്റ് മുഴുവനായിട്ട് നമ്മൾ ഈ പീക്ക് ടൈമിലേക്ക് സെറ്റ് ഓഫ് ചെയ്യില്ല. പകരം നമ്മൾ അവിടെ ബാക്കിയുള്ളതിന്റെ 80% നമ്മളോട് സെറ്റ് ഓഫ് ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 യൂണിറ്റ് പീക്കിൽ ഉപയോഗിച്ചതിൽ 80 യൂണിറ്റ് മാത്രമേ നമ്മൾ അതിൽ നിന്നും കുറയ്ക്കൂ. ബാക്കി 20 യൂണിറ്റ് പീക്കിൽ ഉപയോഗിച്ചു എന്നുള്ള കണക്കിൽ തന്നെ ബില്ല് ചെയ്യപ്പെടും. നോർമൽ പീരീഡിലും ഓഫ് പീക്കിലും ഇതേപോലെ തന്നെ 1:1 എന്ന രീതിയിൽ തന്നെയാണ്. മറിച്ച് പീക്കിലാണെങ്കിൽ ഇതേ രീതിയിലാവും ബില്ലിങ് വരിക. 80% മാത്രമേ എടുക്കൂ. യൂസേജ് മാത്രം 80% വരും. 80%. അതെ. താങ്ക് യു. സാറേ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ 5 കിലോവാട്ടിന് നമ്മൾ ഫീസിബിലിറ്റി എടുത്ത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാനൽ നമുക്ക് 5 കിലോവാട്ട് തന്നെ വെക്കണോ, അല്ലെങ്കിൽ ഒരു 5500 പാനൽ വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 4500 പാനൽ? ഇത് എങ്ങനെ, ഇൻവെർട്ടർ ആണോ, അത് ഒരു ഡീറ്റെയിൽ വെക്കണോ, അല്ലെങ്കിൽ പാനലാണോ നമുക്ക് ഇത്ര വെക്കേണ്ടത്? അത് ഡിപ്പെൻസ്. അതിപ്പോൾ നമുക്ക് എത്ര എനർജി വേണം എന്നതുമായി ബന്ധപ്പെട്ടാണ് DC കപ്പാസിറ്റിയോടെ പറയുന്നത്. ചിലപ്പോൾ നമ്മളത് കോൺഫിഗർ ചെയ്ത് വരുമ്പോൾ 5500 5300 ഒക്കെ വരാം. ഇനി അതല്ല, ചിലപ്പോൾ 5 താഴെ മതി എന്നുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ 4 എന്നുള്ള കണക്കിലും വരാം പാനൽ കപ്പാസിറ്റി. പക്ഷെ അവിടെ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റിയാണ് ഈ ഫീസിബിലിറ്റിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻസിലോ വരുന്നത്. 5 കിലോവാട്ടിന്റെ ഇൻവെർട്ടർ ആണെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റി 5 കിലോവാട്ടാണ്. അങ്ങനെയാണ് കണക്കാക്കുക. അതിപ്പോ ഇവൻ നമ്മൾ 4 കിലോവാട്ട് വെച്ചാലും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടത്. പക്ഷെ ചിലപ്പോൾ അത് നമ്മൾ എടുക്കുന്നു മാത്രം, താഴേക്ക് എടുക്കുന്നു മാത്രം. പക്ഷെ റെഗുലേഷൻ പ്രകാരം AC കപ്പാസിറ്റി ആണ് അവിടെ നമ്മൾ പറയാറുള്ളത്. ഇപ്പൊ സാർ നമ്മളൊരു 5 കിലോവാട്ട് വെച്ചിട്ട് പിന്നീട് അതിനകത്തൊരു 500 വാട്ട്സിന്റെ പാനൽ കൂടി ആഡ് ചെയ്യണമെങ്കിൽ രണ്ടാമത് അതിന്റെ എൻഹാൻസ്മെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ എൻഹാൻസ്മെന്റ് റെഗുലേഷൻ പ്രകാരം എൻഹാൻസ്മെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ മോഡിഫിക്കേഷൻസ് വരുത്തില്ലേ സിസ്റ്റത്തില്. ഈവൻ എന്ത് ചെറിയ മോഡിഫിക്കേഷൻസ് ആണെങ്കിലും ആസ് പെർ ദ റൂൾ നമ്മൾ അതിന്റെ അമെൻമെന്റ് കാണിക്കണം. താങ്ക് യു സാർ. ഓക്കെ. യെസ്, വേറെ എന്തെങ്കിലും? ഈസ് ഇറ്റ് പോസിബിൾ ടു അപ്ഗ്രേഡ് ഇൻവെർട്ടർ പ്ലാൻ ടു ഹയർ വാട്ട്സ്? അത് അദ്ദേഹം തന്നെയാണോ ചോദിച്ചേ? അല്ലെങ്കിൽ പറ്റും, പക്ഷെ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് അപ്ഗ്രേഡേഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഇഷ്യൂ വരും. അതായത് നമ്മൾ അതിന്റെ പുതിയ ആസ് പെർ ദി റെഗുലേഷൻ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണോ കൊണ്ടുവന്നത് അതൊക്കെ നമ്മൾ സാങ്ഷൻ എടുക്കണം. റെഗുലേഷൻ പ്രകാരം സാങ്ഷൻ എടുക്കണം. അങ്ങനെ തന്നെയാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഹലോ സാറേ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നല്ലോ സാറേ, ഒരു സെയിം കൺസ്യൂമർ 5 കിലോവാട്ട് വീതം 25 കിലോവാട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നല്ലോ സാർ. പോസിബിൾ ആണെന്ന് പറഞ്ഞല്ലേ? നമ്മൾക്കിപ്പോ അത് അന്നേരം ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് അല്ല കൊമേഴ്ഷ്യൽ ആണെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്ററുമായിട്ട് വേണ്ടേ നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യിക്കാൻ? അതെ. അന്നേരം ആ ഫീസിബിലിറ്റി അന്നേരം നമുക്ക് ആ ഒരു കണക്ടഡ് ലോഡിന്റെ ഒരു ഇഷ്യൂ വരുത്തില്ലേ? 25 കിലോവാട്ട് ചോദിച്ചു വരും.
അതെങ്ങനെ മാനേജ് ഞാൻ ചെയ്തത്? മനസ്സിലാക്കിയത്, ഞാൻ ആ ചോദ്യം മനസ്സിലാക്കിയത് എങ്ങനെയാണ്, ഒരു കൺസ്യൂമറിന് ഒരു ബിൽഡിംഗിൽ ഒരു ഫ്ലാറ്റിൽ 5 ഡിഫറെന്റ് കൺസ്യൂമർ നമ്പറുകളുണ്ട്, അത് ഒരേ പേരിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 5 കിലോ വാട്ട് വീതം ഓരോ മീറ്ററുകളിലേക്കും സിസ്റ്റം ജനറേറ്റ് ചെയ്ത് ഇൻസ്റ്റാളേഷൻസ് നടത്താം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് അതാണ്. അതായത് ഒരു ഒറ്റ മീറ്റർ സിസ്റ്റം വീലിംഗ് എന്നുള്ളതല്ല. ഓക്കെ അല്ല, ഒറ്റ സിസ്റ്റം അല്ല, 5 ഡിഫറെന്റ് സിസ്റ്റംസ്. ഓക്കെ. അന്നേരം ഇപ്പം ഒരു കൊമേഴ്ഷ്യൽ ഫ്ലാറ്റ്, ഇപ്പം ഒരു 10 കൊമേഴ്ഷ്യൽ ഫ്ലാറ്റുകൾ റെന്റിന് പോയിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ, അപ്പൊ അതിനകത്ത് സെയിം കൺസ്യൂമർ അല്ല, ഓരോരുത്തർക്കും സെയിം കസ്റ്റമർ തന്നെ ആയിരിക്കും. ഒറ്റ കസ്റ്റമർ തന്നെ പല കൺസ്യൂമർ നമ്പറിൽ 10 ഫ്ലാറ്റ്സ് ആണെങ്കിൽ അതിനകത്ത് സിംഗിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അല്ലെ? ലോഡ് പ്രകാരമല്ല, സിംഗിൾ ആയിട്ട്. ഓക്കെ. സിംഗിൾ ആയിട്ടേ പറ്റൂ. ഓക്കെ, അതെ, ഇൻഡിവിജ്വൽ ആയിട്ടേ പറ്റൂ. ശരി. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ ആക്കാം ഒന്നും കൂടെ. 5 ഡിഫറെന്റ് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ 5 ഡിഫറെന്റ് സിസ്റ്റംസ് വെച്ച് 5 മീറ്ററുകളിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നത്. നമ്മൾ സിങ്ക് ചെയ്യുന്നത് 5 മീറ്ററിലേക്കാണ്. അപ്പോഴേ ആ നെറ്റ് മീറ്ററിംഗ് പോസിബിൾ ആവുള്ളൂ. അതെല്ലാം കൂടെ ഒറ്റ മീറ്ററിലേക്ക് കൊടുക്കണമെങ്കിൽ ആ ഒറ്റ മീറ്ററിൽ നിങ്ങൾ വെക്കുന്ന സിസ്റ്റത്തിന്റെ അത്രയും കണക്ട് ലോഡ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ എല്ലാ മീറ്ററുകളിലേക്കും വീൽ ചെയ്യാൻ പോസിബിൾ ആണ്. ഉദാഹരണത്തിന് 5 മീറ്ററുകളാണ്, അതിലെ 4 മീറ്ററുകൾ 5 കിലോ വാട്ട് എന്ന രീതിയിലും ഒരു മീറ്ററിന് 25 കിലോ വാട്ട് കണക്ട് ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ 25 കിലോ വാട്ടിന്റെ മീറ്ററിലേക്ക് 25 കിലോ വാട്ട് വെച്ച് നമുക്ക് ബാക്കി 4 മീറ്ററിലേക്കും കൂടെ അത് വീൽ ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാതും ഒരേ കൺസ്യൂമറിന്റെ പേരാണെങ്കിലും. അതല്ലെങ്കിൽ 5 കിലോ വാട്ട് ഈച്ച് ആണെങ്കിൽ നമ്മൾ 5 കിലോ വാട്ടിന്റെ ഓരോ സിസ്റ്റംസ് വെച്ച് സെപ്പറേറ്റ് ആയിട്ട് ഓരോ മീറ്ററിലേക്കും നമ്മൾ സിങ്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ഇന്റർകണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സാറേ, ഒരു കാര്യം കൂടി. സാറ് പറഞ്ഞല്ലോ, മറ്റേ നമ്മളിപ്പോ കപ്പാസിറ്റി നോക്കുന്നത് ഇൻവെർട്ടർ കപ്പാസിറ്റി വെച്ചിട്ടാണ്, DC കപ്പാസിറ്റി അല്ല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു 10 കിലോ വാട്ട് ഇൻവെർട്ടറിനകത്ത് നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് പാനൽസ് കൂടുതൽ കൊടുക്കാൻ പറ്റുമോ? അതായത് നമുക്ക് ഈവൻ ഒരു സൺലൈറ്റ് കുറഞ്ഞു നിൽക്കുന്ന സമയത്തും ഫുൾ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ കൂടുതൽ പാനൽ അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റും? യഥാർത്ഥത്തിൽ അത് പറ്റും. നിലവിലുള്ള റെഗുലേഷൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം നമ്മൾ സിസ്റ്റം അവർക്ക് ഫീസിബിലിറ്റി തരുന്നതും നമ്മൾ കൊടുക്കുന്നതും എല്ലാം AC സൈഡാണ്. AC സൈഡ് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് എനർജിയാണ്, പവർ അല്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് എനർജിയാണ് ഇൻ ടേംസ് ഓഫ് kWh. അപ്പോൾ യൂണിറ്റ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 10 കിലോ വാട്ട് ആയാലും 8 കിലോ വാട്ട് ആയാലും അവിടെ കിലോ വാട്ട് അല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നത് കിലോ വാട്ടിലോ അല്ലെങ്കിൽ പവറിലോ അല്ല, അത് യൂണിറ്റിലാണ്. യൂണിറ്റ് ഓഫ് കൺസംഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ജനറേഷനിലാണ് അവിടെ മാറ്റം വരുന്നത്. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിറ്റ് തന്നെയാണ് നമ്മൾ അവിടെ കൺസ്യൂം ചെയ്യുന്നത്, അല്ലാതെ പവറുമായിട്ടല്ല യഥാർത്ഥത്തിൽ അവിടെ കളികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 10 കിലോ വാട്ടിന്റെ പകരം 15 കിലോ വാട്ടിന്റെ പാനൽ വെച്ചാലും 8 കിലോ വാട്ടിന്റെ പാനൽ വെച്ചാലും അവിടെ നമ്മൾ കൊടുക്കുന്നത് മെഷർ ചെയ്യുന്നത് AC സൈഡിലുള്ള ഇൻവെർട്ടർ കപ്പാസിറ്റിയാണ്. അത് റെഗുലേഷനിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 10 കിലോ വാട്ടിന് ഇൻവെർട്ടർ വെച്ചാൽ നിങ്ങൾക്ക് 12 കിലോ വാട്ട് 13 കിലോ വാട്ട് പാനൽ വെക്കുന്നതിലും റെഗുലേഷൻ പ്രകാരം തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് മാക്സിമം നമ്മൾ 10 കിലോ വാട്ടിലാണ് ലിമിറ്റ് ചെയ്യുന്നത്. അത് ഇൻവെർട്ടറിൽ സെറ്റിംഗ്സ് ഉണ്ട്, ഇൻവെർട്ടറിൽ ചില ക്ലിപ്പിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. കാരണം കുറച്ച് സമയത്തേക്ക് ഹയർ ഓവർലോഡിംഗ് ഒക്കെ പോസിബിൾ ആണ് അതിൽ. എന്നിരുന്നാലും അത് കോമൺ സെറ്റിംഗ് ആണെങ്കിൽ 10 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 10 കിലോ വാട്ട് AC ആണ് അവിടെ വരിക. ഈവൻ 10 കിലോ വാട്ടിന്റെ മുകളിൽ പാനൽ ഉണ്ടെങ്കിൽ അവിടെ 10 കിലോ വാട്ടിന്റെ മുകളിലേക്ക് ഔട്ട്പുട്ട് പോവില്ല, പകരം എനർജി ഔട്ട്പുട്ട് കൂടും, യൂണിറ്റ് ഓഫ് ജനറേഷൻ കൂടും. ആ വ്യത്യാസം അവിടെ വരുന്നത്. ഇതേപോലെ തന്നെയാണ് നേരെ തിരിച്ചും. അതായത് 10 കിലോ വാട്ടിന് പകരം 8 കിലോ വാട്ട് ആണെങ്കിലും 10 കിലോ വാട്ടിന്റെ മുകളിലേക്ക് ഒരു കാരണവശാലും അവിടുത്തെ സപ്ലൈ പോവില്ല, പകരം അവിടുത്തെ എനർജി ജനറേഷൻ കുറയും എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നോക്കുമ്പോൾ പാനലിന്റെ കപ്പാസിറ്റി നമ്മൾ പലപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് കൺസംഷനുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ ഫീസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കണക്കല്ല അത് ശരിക്കും. പലപ്പോഴും നമ്മൾ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഈ സാധനം മനസ്സിലാക്കുന്നതും ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ഓരോ ഓഫീസേഴ്സും ഓരോ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 10 കിലോ വാട്ടിന്റെ ഇൻവെർട്ടറിൽ നമ്മൾ 12 കിലോ വാട്ടിന്റെ പാനൽ വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ ഒന്നും ശരിയാവില്ലല്ലോ, നമ്മൾ 10 കിലോ വാട്ടിലെ ഫീസിബിലിറ്റി തന്നിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിന്
താൽക്കാലികമായിട്ടാണെങ്കിലും അതിനെ ഒപ്പോസ് ചെയ്യുന്നതിനും അതിനെ കൗണ്ടർ ചെയ്യുന്നതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ കുറച്ചധികം സമയം അതുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ഉണ്ടാവാം. നമ്മളിതിന്റെ ക്ലാരിറ്റി വരുത്തും തോറും ചിലപ്പോൾ അവർക്ക് ഈഗോ കയറാം, ചിലപ്പോൾ അത് വീണ്ടും നീണ്ടുപോവാം. ഇങ്ങനെ പല കാര്യങ്ങളും ഫീൽഡിലേക്ക് വരുമ്പോൾ അത് വരും. യഥാർത്ഥത്തിൽ റെഗുലേഷൻ പ്രകാരം നിങ്ങൾക്ക് 10 കിലോവാട്ടിന്റെ ഇൻവേർട്ടറിലേക്ക് 12 കിലോവാട്ടോ 15 കിലോവാട്ടോ പാനൽ വെക്കാം, ആസ് പെർ ദി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഓഫ് ദി ഇൻവേർട്ടർ. സെയിം താഴത്തേക്കും വെക്കാം. അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി സാറേ. പക്ഷെ സാറ് പറയുന്ന പോലെ നമുക്ക് കൂടുതൽ വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാക്കും. കാരണം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ച് ചെയ്യുന്നതിനല്ലേ ഈ ഒരു പ്രോബ്ലം വരുള്ളൂ. അപ്പൊ ശരിക്കും നമുക്ക് പാനൽ കപ്പാസിറ്റി നന്നായിട്ട് കൂട്ടി വെക്കാൻ പറ്റില്ലേ സാറ് പറയുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ? പക്ഷെ അത് KSEB സമ്മതിക്കണമല്ലോ ആ കാര്യത്തിന് വേണ്ടിയിട്ട്. ഈ ആർഗ്യുമെന്റ്സ് സാറ് പറഞ്ഞല്ലോ, ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം എന്ന്. അതെ, ആർഗ്യുമെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോ ഓഫീസേഴ്സ് ഓരോ തരത്തിലാണ് ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും. അൾട്ടിമേറ്റ്ലി അത് സഫർ ചെയ്യേണ്ടി വരുന്നത് ഡെവലപ്പേഴ്സ് ആണ്. അപ്പൊ അത് കാരണം തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇൻ പ്രാക്ടീസ്. I hope it is clear. Clear, sir. Okay, thank you. വേറെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറിന് നമ്മൾ 1.5 മണിക്കൂർ സാറിന് യൂട്ടിലൈസ് ചെയ്തു. സർ, ഒരു ഡൗട്ട് കൂടി ഉണ്ടായിരുന്നു സർ. പറയൂ. സാർ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ 5 കിലോവാട്ടിന്റെ ഫീസിബിലിറ്റി എടുത്തിട്ട് നമ്മളൊരു 3 കിലോവാട്ടിന്റെ സോളാർ പാനലാണ് കമ്മീഷൻ ചെയ്തതെന്ന് കരുതുക. അങ്ങനെ വെച്ചാൽ ഹാർമോണിക്സ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഹാർമോണിക്സ് ലിമിറ്റ് കഴിയാനുള്ള ഒരു ചാൻസ് ഉണ്ടോ സാറേ? അങ്ങനെ ഒരു തിയറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ സാറേ? സാധാരണ ഇതിൽ അങ്ങനെ വരുമ്പോൾ ഹാർമോണിക്സ് കൂടും, അത് വാസ്തവമാണ്. കാരണം ഹാർമോണിക്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ജനറേഷൻ മിനിമം ഒരു 25 to 50% മിനിമം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഇഷ്യൂ വരും. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു സാർ. ഓക്കെ. ആർക്കെങ്കിലും സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചൊന്ന് കമന്റ് ഒന്ന് പറഞ്ഞേക്കാമോ? സാർ ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സുരേഷ് ആണ്. ഇന്നത്തെ ക്ലാസ് കണ്ണൻ സാറും അരുൺ സാറും അറേഞ്ച് ചെയ്ത് വളരെ സന്തോഷം. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. റിയലി അപ്രീഷിയേറ്റ്. ഇത് കുറച്ചുകൂടെ ഐ തിങ്ക് കണ്ണൻ സാർക്ക് അറിയാൻ തോന്നുന്നു. നമ്മൾ നേരത്തെ കുറെ മാസങ്ങളായും ശ്രമിക്കായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. റിക്വസ്റ്റ് പല പ്രാവശ്യം പലവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. കണ്ണൻ സാർ ഓർക്കുന്നുണ്ട് വിചാരിക്കണം ഞാൻ. പക്ഷെ എന്നിരുന്നാലും ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. സാറിന്റെ സപ്പോർട്ട് ഈസ് ഹൈലി അപ്രീഷിയേറ്റഡ് സർ. താങ്ക് യു വെരി മച്ച് സർ. അരുൺ സാർ ആൻഡ് കണ്ണൻ സാർ, ഞാൻ കണ്ണൻ സാറിന്റെ ഒരു ശിഷ്യനാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതുപോലുള്ള സെഷൻസ് ഇനിയും വേണം. ഇന്നത്തെ അരുൺ സാറിന്റെ ഈ സെഷൻ ഈ ഒരു 1.5 മണിക്കൂറിൽ തീരേണ്ടിയിരുന്നതല്ല. ഇനിയും ഒരു 2-3 മണിക്കൂർ ഇരുന്നാൽ പോലും ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. കഴിയുമെങ്കിൽ ഇനി വരുന്ന മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെഷൻസിനപ്പുറം സമയം കിട്ടിയ അരുൺ സാറിന്റെ ഒരു സെഷൻ കൂടി കണ്ണൻ സാർ അറേഞ്ച് ചെയ്യണം. അദ്ദേഹത്തിന്റെ സമയവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ ഈ പാതിരാത്രി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. സാർ എപ്പോഴെങ്കിലും കഴിയുമെങ്കിലും ഒരിക്കൽ കൂടി ഒരു ഇതിനകത്ത് ഒന്ന് അപ്പിയർ ചെയ്യണമെന്ന് ഒരു വിനീതമായൊരു അപേക്ഷയുണ്ട്. കഴിയുമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വരണം സാർ. താങ്ക് യു. താങ്ക് യു. നോക്കാം, നമുക്ക് വഴിയെ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും നോക്കാം പറ്റുമോ എന്നുള്ളത്. താങ്ക് യു. അരുൺ സാർ, കണ്ണൻ സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ക്ലാസ് വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തു. മാത്രമല്ല അത് എക്സ്പ്ലെയിൻ ചെയ്യും. സാർ അതിന്റെ ഓരോ ഡൗട്ടുകളും വളരെ ക്ലിയർ ആയിട്ടും വളരെ കൺസൈസ് ആയിട്ടും സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു വെരി മച്ച്. അരുൺ സാർ ആൻഡ് കണ്ണൻ സാർ, വളരെ നന്നായിരുന്നു ക്ലാസ്. ഞാൻ മുമ്പ് ഒരിക്കലും ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തേക്കാളും കൂടുതൽ നന്നായിരുന്നു ഇന്നത്തെ ക്ലാസ്. കുറെ കൂടി സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ട് സാധിച്ചു. വളരെ നന്ദി. സാറേ ക്ലാസ് വളരെ നന്നായിരുന്നു. വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു കണ്ണൻ സാർ. താങ്ക് യു അരുൺ സാർ. അരുൺ സാറിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? ചാറ്റിലിടാം. ചാറ്റിലായിട്ട്. താങ്ക് യു. ഓക്കെ,
അപ്പം നമുക്ക് ഇന്ന് വളരെ നല്ലൊരു സെഷനായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് വ്യക്തമാക്കി അവരുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ആക്കി കൊടുത്തു. അരുൺ സാറിന് മറ്റുള്ളവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ക്ലബ് ഹൗസിലൊക്കെ ഞാൻ ഒത്തിരി സാറിന്റെ കേട്ടിരുന്നു. സാർ അതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷനിലേക്ക് സാറിനെ വിളിച്ചത്. അപ്പം അരുൺ സാർ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു കുറേ സമയം സാറ് സ്പെൻഡ് ചെയ്തു. അതിന്റെ ഈ സോളാർ ട്രെയിനിങ് അക്കാഡമിയുടെ പേരിലും ഞങ്ങളുടെ ട്രെയിനിങ് ഗ്രൂപ്പിന്റെ പേരിലും സാറിന് നന്ദി പറയുന്നു. താങ്ക് യു സാറേ. ഞാൻ കണ്ണൻ സാറിനെ ഈ അടുത്ത കാലത്താണ് സത്യം പറഞ്ഞാൽ പരിചയപ്പെട്ടത്. ഈ ക്ലബ് ഹൗസുമായി ബന്ധപ്പെട്ട നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചതും പരിചയപ്പെട്ടതൊക്കെ. സമയം കിട്ടുന്ന സമയത്ത് ഇതേപോലെ എനിക്ക് സന്തോഷമാണ്. കാര്യങ്ങൾ ഒരുപാട് ഒരു ക്ലാരിറ്റി കുറവ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ ഫീൽഡിലുണ്ട്. അപ്പൊ അത് ഒരു വാസ്തവമാണ്. അപ്പോ പറ്റുന്ന സമയത്ത് ഞാനത് ഈവൻ ക്ലബ് ഹൗസിലാണെങ്കിലും എനിക്ക് പറ്റുന്ന സമയത്ത് വരാറുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ചിലപ്പോൾ സമയം ഒരു പ്രശ്നമായിട്ട് വരും. എന്നിരുന്നാലും നമുക്ക് നോക്കാം. അടുത്ത സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേപോലെ കാണാൻ പറ്റുമെന്ന് നോക്കാം. താങ്ക് യു. ഇതേപോലെ ഒന്ന് സമയം തന്നതിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ സന്തോഷം. എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ അറിയിക്കുക, മെയിൽ ഐ ഡിയിൽ അറിയിക്കുക. സന്തോഷം. താങ്ക് യു കണ്ണൻ സാർ. താങ്ക് യു ടു എവരി വൺ. താങ്ക് യു. താങ്ക് യു. അടുത്ത ആഴ്ചത്തെ ക്ലാസ് നമുക്ക് ഓൺഗ്രിഡിനെ കുറിച്ചാണ്. ഓൺഗ്രിഡിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ സാധാരണ ഉണ്ടാകുന്ന കംപ്ലൈൻസുകളും അതിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഒക്കെയാണ് നമ്മൾ അടുത്ത ഞായറാഴ്ച ഇതേ ടൈം തന്നെ 8 മണി തൊട്ട് 9 മണി വരെയുള്ള ടൈമിലായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പം ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഈ പ്രോഗ്രാം നടത്തിയ അരുൺ സാറിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. Thank you, sir. Thank you. Good night. Okay, thank you, sir.